Good evening, all. Welcome to India's first animated live tuition. Good evening, everybody. Good evening. Hello, ടീച്ചർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണെങ്കിൽ ഒരു കമന്റ് ചെയ്തേ. ക്യാമറ ഓൺ ചെയ്ത് വെച്ച എല്ലാവരും. ചന്ദന, ബിബിൻ, ദേവപ്രിയ, വൈഗ, ചിന്മയ. ഹലോ, നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിനകത്തൊന്ന് പറഞ്ഞേ. ഉണ്ട്. യെസ്. ഗുഡ് ഈവനിങ്. ഒരു ഗുഡ് ഈവനിങ് ഒക്കെ കമന്റ് ചെയ്തേ. വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രതിമ പോലെ ക്ലാസ്സില്. ആ, കേൾക്കാം. ഓക്കെ. യെസ്. ഹായ് ചന്ദന. യെസ്. ഓക്കെ. യെസ്. ഗുഡ് ഈവനിങ് ഭാനുമതി. അഭിനവ്, സെൽവകുമാർ, ശിവാനി ജോയിൻ ആവുന്നേ ഉള്ളൂ. ഓക്കെ. റോട്രിക്സേ, വെളിച്ചം വരട്ടെ. ഹായ് സെൽവകുമാർ. ഹായ്. ഗുഡ് ഈവനിങ് ബിബിൻ. അഭിനവ് ന്യൂ ജോയിൻ ആണോ അഭിനവേ? അഭിനവ്. യെസ്. ഗുഡ് ഈവനിങ് ദേവപ്രിയ, ശിവാനി. യെസ്. ഹാദിയ. ചന്ദന ക്യാമറ ഓഫ് ചെയ്തോ? ഗുഡ് ഈവനിങ് ഹായ് ഒക്കെ തന്നിട്ട് പോയോ? ദിവോന ഉണ്ട്. ന്യൂ ജോയിനീസ് ഒക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് പരിചയപ്പെടാമായിരുന്നു. യെസ്. അഭിനവ് ഉണ്ട്. അശ്വിത ന്യൂ ജോയിനി അല്ലേ? ടീച്ചറുടെ ക്ലാസ്സിൽ മുന്നേ ഉണ്ടായിരുന്നു അല്ലേ? ടീച്ചർ കാണാത്താണ്. ഓക്കെ. ആൻഡ് ദിവോണ തന്നെയാണോ മോളെ പേര് പറയുന്നത്? കറക്റ്റ് ആണോ? ദിവോണ CA ക്യാമറ ഓൺ ചെയ്യൂ. യെസ്. അഭിനവ്. ഗുഡ് ഈവനിങ്. അഭിനവ് എവിടെയാ പഠിക്കുന്നത്? ഓക്കെ. ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞോ? പോർഷൻസ് ഒക്കെ കഴിഞ്ഞോ? റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ? ആ, സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. ശരി. സോ നമ്മുടെ റിവിഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയല്ലോ? ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടിയില്ലേ? കിട്ടാത്തവരൊന്നും ഇല്ലല്ലോ? ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെടാത്തതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ അടുത്ത് ചോദിച്ച് ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിക്കുക കേട്ടോ. എല്ലാ ദിവസവും നിങ്ങളുടെ ക്ലാസ്സിന്റെ തലേ ദിവസം, അത് ബോട്ടണി മാത്രമല്ല, ഈ എല്ലാ സബ്ജക്റ്റുകൾ അങ്ങനെ തന്നെയാണ്, തലേ ദിവസം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്യും. അപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട, ഓൾറെഡി അത് ഷെയർഡ് ആണ്. അപ്പൊ അതൊന്ന് കളക്ട് ചെയ്തേക്കാം. ഓക്കെ. സെൽവകുമാറെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. അതുപോലെ നികിത ന്യൂ ജോയിനി ആണോ? നികിതയുടെ മുഖം കാണുന്നില്ലല്ലോ. ക്യാമറ പ്രോപ്പർ ആയിട്ട് വെച്ചേ. ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചോളൂ. ബിബിൻ ജോർജ് കറണ്ട് പോയോ? അതുപോലെ റോട്രിക്സ്, നിന്റെ ഫാൻ കാണാനല്ലല്ലോ ഇരിക്കുന്ന ഞാൻ. ഫേസ് കാണിച്ച് ക്യാമറ പ്രോപ്പർ ആയിട്ട് വെച്ചേ. ആ, അവിടെ ഓടി നടക്കുകയാണ്. ഇല്ല ബിബിന, എനിക്ക് കാണുന്നില്ല. ബ്ലാക്ക് കളറാണ് ഫുള്ള്, എനിക്ക് കാണാൻ പറ്റണില്ല. ഓക്കെ. സോ അപ്പൊ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് ഒക്കെ ഉണ്ടാവണം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മുടെ റിവിഷൻ എന്ന് പറഞ്ഞാൽ. മെയിൻ ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കും, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ നോട്ട് ബുക്കിനകത്ത് എഴുതണം. ഓക്കെ. കറണ്ട് ഉണ്ട്, പക്ഷെ എന്ത് പറ്റി? ക്യാമറ എന്തോ ട്രബിൾ ആണെന്ന് തോന്നുന്നു ബിബിൻ, കാണുന്നില്ല കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും നോട്ട് ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യില്? ഞാൻ എഴുതിയത് കാണിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടില്ല എന്ന് എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. എല്ലാവരും നോട്ട് ബുക്കിനകത്ത് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതണം. അത് എഴുതിക്കുന്നത് വേറൊന്നിനും അല്ല, നമുക്കൊരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി നോക്കുമ്പോഴാണ് അത് നമ്മൾ വിചാരിച്ച പോലെ എഴുതാൻ പറ്റുന്നുണ്ടോ, ആൻസറിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഇതിന്റെ ഉത്തരം, ഇത് അതിന്റെ ഉത്തരം എന്നൊക്കെ പറഞ്ഞു പോവും. പക്ഷെ എഴുതി പ്രാക്ടീസ് വേണം. അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാവും നമ്മുടെ മാർക്കൊക്കെ കുറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആൻസേഴ്സ് എല്ലാതും എഴുതണം. ഇപ്പൊ നോട്ട് ഇല്ലെങ്കിൽ നോട്ട് എടുത്തിട്ട് വരിക. അതിനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്. കാശിനാഥ്, ഗുഡ് ഈവനിങ് കാശിനാഥ്. ഓക്കെ. സോ നമ്മൾ ഇന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് റിവൈസ് ചെയ്യണേ?
നിങ്ങൾ പറഞ്ഞേ, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് റിവിഷന് പോകുന്നത്? നമ്മുടെ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് നമുക്ക് മൊത്തത്തില് ക്വസ്റ്റ്യൻ എഴുതി എടുക്കണം. ക്വസ്റ്റ്യൻ എഴുതണ്ട, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്താ പറയാ കോർ ക്വസ്റ്റ്യൻസിനകത്തുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുണ്ട്, ഇതിനകത്തൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. ഓക്കെ. പിന്നെ നമുക്ക് മൊത്തം 3 റിവിഷൻ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് റിവിഷൻ ക്ലാസ്. പിന്നെ നമ്മൾ 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നു. അടുത്ത 2 ക്ലാസ്സുകൾ അടുത്ത വീക്ക് തന്നെയാണ്. നെക്സ്റ്റ് 2 ക്ലാസ്സും വരുന്ന അടുത്ത വീക്കിലാണ്. അപ്പൊ ആ 2 ദിവസങ്ങളായിട്ട് നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പൊ ഒരു ദിവസം 3 ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ റിവിഷൻ പോവുക. അപ്പൊ അത് മുന്നേ പറയുന്നത് പ്രിപ്പയർ ആയിട്ട് ക്ലാസ്സിന് വരാനാണ് മുന്നേ അറിയിക്കുന്നത് കേട്ടോ. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ റിവിഷൻ ചാപ്റ്റേഴ്സ് നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാ? നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, പിന്നെ നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫസ്റ്റത്തെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്. ഓക്കെ. നമ്മളത് ഓൾറെഡി കഴിഞ്ഞ 2 മാസം മുന്നേ അല്ലേ, ജനുവരിയിൽ ഇതൊക്കെ റിവൈസ് ചെയ്ത് തന്നെയാണ്, പഠിച്ചത് തന്നെയാണ്. ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക, ഒന്നുകൂടെ ഓർത്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ 2 മാസം കൊണ്ട് ചോദ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, പുതിയ ചോദ്യങ്ങളും വന്നിട്ടില്ല. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവരും സെറ്റ് ആണല്ലോ. ഇനി ക്യാമറ, നികിത ക്യാമറ പ്രോപ്പർ ആക്കി വെച്ചിട്ടില്ല ഇതുവരെ. വേഗം ക്യാമറ സെറ്റ് ചെയ്തേ നികിത. ക്യാമറ ലാൻഡ്സ്കേപ്പിൽ വെക്കണം, ഇങ്ങനെ വെക്കണം. നിങ്ങളെ ഞാൻ മാത്രമേ കാണുള്ളൂ കേട്ടോ, വേറെ ആരും നിങ്ങളെ കാണില്ല. സോ അതുകൊണ്ട് ക്യാമറ ശരിക്ക് വെക്കുക. അതുപോലെ അശ്വിത ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. ക്യാമറ ഓഫ് വേണ്ട കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ. ക്യാമറ ഓഫ് ചെയ്യാൻ പാടില്ല, നമ്മുടെ റൂളാണ്. ക്യാമറ ത്രൂ ഔട്ട് സെഷൻ ഓൺ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇൻഫോം ചെയ്യുകൂടെ വേണം. കറണ്ട് ഇല്ല, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇവിടെ പറയണം. സെറ, രണ്ടുപേരും ഇവിടെ. അതുപോലെ കാശിനാഥിനെ ഞാൻ കുറെ നേരമായി വിളിക്കുന്നു. കാശിനാഥ് അവിടെ ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യും. കേട്ടല്ലോ. ആൻഡ് ഓൾസോ ഡിവോണ എന്ന് പറഞ്ഞ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആളവിടെ ഉണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. ഓക്കെ. യെസ്, ഇനി ആരും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജോയിൻ ചെയ്യുന്നവർ വരട്ടെ. ഓക്കെ. സോ നമുക്ക് ആദ്യം നമ്മുടെ സിലബസ് പോർഷൻസ് ഏതൊക്കെയാണ് ഓൾറെഡി അറിയാം. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്ന ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഗുഡ് ഈവനിങ് ആൽബിൻ. മെയിൻ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? നമ്മുടെ വെയിറ്റേജ് അറിയാമെന്ന് കരുതുന്നു. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 3 മാർക്സ് ആണ് കേട്ടോ. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എക്സാക്ട്ലി 3 മാർക്ക് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനിൽ തീർന്നേക്കാം. അതിൽ കുറച്ച് വേരിയേഷൻ വരും, പക്ഷെ മാക്സിമം 3 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ. ഇത് വെച്ച് ശിവാനി എന്ന് കളറൊക്കെ മാറിയല്ലോ. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, കോർ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, സയന്റിസ്റ്റുകളുടെ പേര്, ഓരോ ക്ലാസിഫിക്കേഷനും എന്തിന്റെ ബേസിലാണ് നടത്തിയത്, അതിന്റെ ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കാണുന്നത്. മെയിൻ ആയിട്ട് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്ന 2 സയന്റിസ്റ്റുകൾ ഏതൊക്കെയാ? ആരൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളവിടെ കാണുന്ന സയന്റിസ്റ്റുകൾ? കാൾ ലിവീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആരാണ്? RH വിറ്റാക്കർ. ഈ 2 പേരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് തുടക്കത്തിൽ പറയുന്നത്. സോ അവരുടെ ക്ലാസിഫിക്കേഷനും പഠിക്കണം, അവരെന്തിന്റെ ബേസിലാണ് അവരെ ക്ലാസിഫൈ ചെയ്തത്, ക്രൈറ്റീരിയ, അതും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അത് നമ്മൾ അവിടെ കണ്ടു. പിന്നെ നമ്മൾ കിങ്ഡത്തിലേക്ക് കടക്കാം. ക്ലാസിഫിക്കേഷൻ നമ്മൾ ആരുടെ ക്ലാസിഫിക്കേഷനാണ് ഈ ചാപ്റ്ററിൽ പഠിക്കണേ? ദേവപ്രിയ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ആരോട് ചോദിക്കാം. കാശിനാഥ് പറഞ്ഞേ, ആരുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കണേ ഈ ചാപ്റ്ററിൽ? ഏത് സയന്റിസ്റ്റിന്റെയാ? അൺമ്യൂട്ട് ചെയ്തു. പറഞ്ഞേ, എന്തെങ്കിലും പറയുന്നുണ്ടോ? എനിക്ക് കേൾക്കാത്താണോ? എനിക്ക് കേൾക്കുന്നില്ല മോനെ. അതൊന്ന് റിമൂവ് ചെയ്യോ? ഇയർഫോൺ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പറയോ. പറഞ്ഞോ. വെരി ഗുഡ്. RH വിറ്റാക്കറിന്റെ അല്ലേ? RH എന്ന് പറഞ്ഞാൽ റോബർട്ട് ആണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം റോബർട്ട് H വിറ്റാക്കർ ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ത്രൂ ഔട്ട് സെഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ആദ്യം കിങ്ഡം മൊനീറ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബാക്ടീരിയാസ് ആണ്. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് ആണ് ഈ മൊനീറ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നത്. അതിൽ തന്നെ നമ്മള് മൊനീറയിൽ തന്നെ നമ്മൾ 2 സബ് ഡിവിഷൻസ് പോലെ, സബ് ക്ലാസ്സസ് പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണത്? ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. 2 ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ.
അപ്പൊ അതിനകത്ത് ആർക്കി ബാക്ടീരിയ എവിടെയാ വന്ന അതിനകത്ത് പഠിക്കാനുള്ളത് എന്താ? ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി കേട്ടോ. ഈ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഇമ്പോർട്ടന്റ് പറയുന്ന ഭാഗം, ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. പിന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഭാഗത്ത് മെയിൻ ആയിട്ട് നമ്മൾ മെത്തനോജൻസ്, ഹാലോഫൈൽസ് അതൊക്കെയാണ് അവിടെ ചോദിക്കാറുള്ളത്. സോൾട്ടി ഏരിയാസിനെ ഹാലോഫൈൽസ് എന്ന് പറയുന്നു അല്ലെ. മീതേൻ, ഗട്ടിനകത്ത് കവും അതുപോലെയുള്ള ഓർഗാനിസങ്ങൾ ഗട്ടിൽ മീതേൻ പ്രശ്നമാണ്, മെത്തനോജൻസ്. അതുപോലെ ഭയങ്കര ഹോട്ട് സ്പ്രിങ്സിനെ നമ്മൾ തെർമോസ്റ്റോഫൈൽസ് എന്ന് പറയുന്നു. അപ്പൊ ആ ഭാഗങ്ങളാണ് അവിടെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ ആർക്കി ബാക്ടീരിയയില്. ഇനി യു ബാക്ടീരിയയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഹെട്രോസിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെട്രോസിസ്റ്റ് എന്തിനാ ഹെട്രോസിസ്റ്റ് പ്രസന്റ് ആയിരിക്കണേ? ഹെട്രോസിസ്റ്റ് എന്താ? ഹെട്രോസിസ്റ്റ് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡാ ഹെട്രോസിസ്റ്റ് ഒക്കെ. ഹെട്രോസിസ്റ്റ് എന്തിനാണ് ചിന്മയ? എന്താണ് ഫംഗ്ഷൻ ഓഫ് ഹെട്രോസിസ്റ്റ് എന്താണ്? ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ടെക്സ്റ്റ് ബുക്ക്, അതിനാണ് ടെക്സ്റ്റ് തുറന്ന് നോക്കൂ എന്ന് പറയുന്നത്. എന്താണ് ഹെട്രോസിസ്റ്റിന്റെ ഫംഗ്ഷൻ? യെസ് ശിവാനി, കറക്റ്റ് ആണ്. ചിന്മയ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നില്ല, ഓപ്ഷൻ അങ്ങോട്ട് വരുന്നില്ല ആണോ? എന്നാ കമന്റ് ചെയ്തോളൂ. യെസ്, എന്താണ് ഹെട്രോസിസ്റ്റ് ചെയ്യുന്നത്? ഹെട്രോസിസ്റ്റ് ആർ ദി സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ. അതൊന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ, ഹെട്രോസിസ്റ്റിന്റെ കാര്യമൊക്കെ. സ്പെഷ്യലൈസ്ഡ് സെൽസ്, നമുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോസ്റ്റോക്കിന്റെ ആണ്. ഒരു ഫോട്ടോ കൊടുത്തിട്ടില്ലേ താഴെ? ഹെട്രോസിസ്റ്റ് എന്ന് പറഞ്ഞ താഴെ ഒരു ഫോട്ടോ കണ്ടോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തോ നിങ്ങൾ എല്ലാവരും? ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതിരിക്കുന്ന ആരെവിടെ? ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്, ഞാൻ ഈ പറയുന്നൊക്കെ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക, അതാണ് ഇപ്പൊ ചെയ്യേണ്ട കാര്യം. അപ്പൊ അതിനകത്ത് നോസ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ഓർഗാനിസം കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാട്ടോ നോസ്റ്റോക്ക്. ആ ഫോട്ടോ, സെയിം ഫോട്ടോ തന്നിട്ട് അത് ഏത് ഓർഗാനിസം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അവരിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഏതാണെന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. 2 മാർക്കായിരുന്നു അതിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കി വെക്കുക. ഫോട്ടോ, നോസ്റ്റോക്കിന്റെ ഫോട്ടോ നോക്കി വെക്കുക. ഹെട്രോസിസ്റ്റ്, പിന്നെ സൈനോ ബാക്ടീരിയ, ആ ഭാഗത്തുനിന്ന് വരുന്നതാ സൈനോ ബാക്ടീരിയ. പിന്നെ അവര് സൈനോ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ആൽഗൽ ബ്ലൂം. ആൽഗൽ ബ്ലൂം എന്താ? ആൽഗൽ ബ്ലൂം ഒരുപാട് ആൽഗീസ് വന്ന് അല്ലെ, ഹൈ ന്യൂട്രിയൻസ് കൊണ്ട് ഇങ്ങനെ അക്യുമുലേഷൻ, അതിനാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ആ ഭാഗത്ത് അതാണ് മെയിൻ ചോദിക്കുക. ദെൻ മൈക്കോപ്ലാസ്മ, പേജ് മറിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മൈക്കോപ്ലാസ്മയുടെ ഫീച്ചേഴ്സ് നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി പ്രോട്ടിസ്റ്റയിലേക്ക് കടക്കുവാണെങ്കിൽ, പ്രോട്ടിസ്റ്റ യൂക്യാരിയോട്ട് ആണോ പ്രോക്യാരിയോട്ട് ആണോ ഷാഹിദേ? പ്രോട്ടിസ്റ്റ പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ? ആണോ? ടെക്സ്റ്റിൽ അങ്ങനെയാണോ കണ്ടേ? ടെക്സ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. യൂക്യാരിയോട്ടാണ് എന്റെ അടുത്താ ചോദിക്കണേ. അതെ, യൂക്യാരിയോട്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറെ എണ്ണം ഉണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദിക്കാറുള്ളത് ഡയാറ്റമിഷ്യസ് എർത്താണ്, ക്രൈസോഫൈറ്റ്സ്. സബ് ക്ലാസ്, സബ് ഡിവിഷൻ ക്രൈസോഫൈറ്റ്സിൽ വരുന്ന ഡയാറ്റമിഷ്യസ് എർത്ത് റിപ്പീറ്റഡ് ആണ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. എന്താണ് ഡയാറ്റമിഷ്യസ് എർത്തിന്റെ യൂസസ്, എന്താണ് ഡയാറ്റമിഷ്യസ് എർത്ത്, അതിന് ഇമ്പോർട്ടൻസ് എന്താണൊക്കെ അവിടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ റെഡ് കോസ് ചെയ്യുന്നത് ആരാണ്? കുറച്ച് ഓർഗാനിസങ്ങളുടെ ഫോട്ടോ സൈഡിൽ കൊടുത്തിരിക്കണം കണ്ടോ, പച്ച കളറിലും മഞ്ഞ കളറിലും നീല കളറിലൊക്കെ. ഓർഗാനിസങ്ങളുടെ പേരുകൾ ജസ്റ്റ് നോക്കി വെക്കുക. അതിനകത്ത് ആ ഭാഗത്ത് നിന്നല്ല, അപ്പൊ ആ ഭാഗം നോക്കി വെക്കാം. അത്രയേ ഉള്ളൂ. പ്രോട്ടിസ്റ്റ കഴിഞ്ഞു. ദെൻ ഫഞ്ചയിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴും അറിയുന്ന ലൈക്കൺ ആൻഡ് മൈക്കോറൈസ. ലൈക്കൺ എന്താണ്? സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ലൈക്കൺസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൺ എന്ന് വിളിക്കുന്നത്? പറയൂ, എന്താണ് സിംബയോട്ടിക് അസോസിയേഷൻ? എന്താണ് ലൈക്കൺസ്? എന്താണ് ഗുരു പറഞ്ഞോളൂ, എന്താണ് ലൈക്കൺ? ആരൊക്കെ തമ്മിലുള്ള ക്ലോസ് അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൺ എന്ന് വിളിക്കുന്നത്? എവിടെ ഗുരു പോയോ? അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തപ്പോ ലെഫ്റ്റ് ആയോ? അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നുണ്ടോ? വരുന്നില്ല. എന്ത് പറ്റി? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വന്നാണല്ലോ, ഈ ക്ലാസ്സിൽ എന്ത് പറ്റി? ഇവിടുന്ന് നോക്കുമ്പോ വരുന്നതായിട്ടാണല്ലോ കാണുന്നത്. വട്ടപ്പൻ എന്ന ആൻസർ കമന്റ് ചെയ്യൂ. അതിനാണ് നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത്. ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ലൈക്കൺസ്?
മൈക്കോറൈസ അല്ല അശ്വിത, ലൈക്കൺ എന്താന്നാ ചോദിച്ചത്. ലൈക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ രണ്ട് ഓർഗാനിസങ്ങൾ തമ്മിലുള്ള ക്ലോസ് അസോസിയേഷൻ ആണ്. അത് ഏതൊക്കെ ഓർഗാനിസംസ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആ എവിടെ ദേവപ്രീതിന്റെ കമന്റ് ഒന്നും ഇല്ലല്ലോ ദേവപ്രീത. ഫഞ്ചൈ ആൻഡ് ഹയർ റൂട്ടോ റോട്രിക്സ്, അതാണ് നമ്മൾ പഠിച്ചേ. ആ ഇത്ര നാളായിട്ട് അത് അറിയില്ല അല്ലെ? അതൊക്കെ ഇമ്പോർട്ടന്റ് ആ, ലൈക്കണും മൈക്കോറൈസും ഒക്കെ. റോട്രിക്സ് കമന്റ് ചെയ്തിരിക്കുന്നത് എന്തിന്റെയാന്ന് അറിയാം? റോട്രിക്സ് അല്ലല്ലോ ഗുരു, ആൽഗെ ആൻഡ് സൈനോബാക്ടീരിയ അല്ല, ആൽഗെ ആൻഡ് ഫഞ്ചൈ ആണ് കേട്ടോ. ആൽഗെ ആൻഡ് ഫഞ്ചൈ, ക്ലോസ് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ, അതിനെയാണ് നമ്മൾ ലൈക്കൺസ് എന്ന് വിളിക്കണേ. ഓക്കെ, അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഇടുമ്പോ അതൊക്കെ ശ്രദ്ധിക്കൂ. അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ വിട്ടേക്കാണ്. അപ്പൊ ലൈക്കൺസ് നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ ആണ് ലൈക്കൺ. ഇനി മൈക്കോറൈസ എന്താ? ആരൊക്കെ തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ മൈക്കോറൈസ എന്ന് വിളിക്കുക? ആരൊക്കെ തമ്മിലുള്ള ബന്ധത്തെ മൈക്കോറൈസ എന്ന് വിളിക്കുക? ആൽഗെ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഈ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആവാം? ഫംഗി അല്ലെ, ആൽഗെ അല്ല. ഫഞ്ചൈസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും. ഹയർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈക്കസ്, പൈനസ് പോലെയുള്ള ഹയർ പ്ലാന്റ്സും ഫഞ്ചയും തമ്മിലുള്ള ക്ലോസ് അസോസിയേഷനാണ് മൈക്കോറൈസ എന്ന് പറയാ. ഇനി കിങ്ഡം ഫഞ്ചൈയിൽ നമുക്ക് കുറെ സബ് ക്ലാസ്സസ് പഠിക്കാനുണ്ട്. ആസ്കോമൈസിഡ്സ്, ബെസിഡിയോമൈസിഡ്സ്, ഡിറ്റ്യൂരിയോമൈസിഡ്സ്. അതിനകത്ത് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പേര് വരുന്നത് ഡിറ്റ്യൂരിയോമൈസിഡ്സിനാണ്. എന്തുകൊണ്ടാണ് അതിന് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പേര് വന്നത് ചോദിക്കുന്നതാണ് കേട്ടോ. എന്തുകൊണ്ട് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പേര് വന്നത്? വെറുതെ അങ്ങോട്ട് പേരിട്ടതാണോ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന്? അതിനൊരു റീസൺ ഉണ്ട്. എന്താ റീസൺ പറഞ്ഞ ചന്ദന? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഡിറ്റ്യൂരിയോമൈസിഡ്സിനെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറയുന്നത്? ആ ചന്ദനയ്ക്ക് അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നില്ലേ? ആ ഉണ്ട്. ആ യെസ്, അത് തന്നെ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. അത് കഴിഞ്ഞാൽ വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ്, ലൈക്കൻസ്. അതിനകത്ത് ബാക്ടീരിയയുടെ സ്ട്രക്ചർ, എസ്പെഷ്യലി ബാക്ടീരിയോഫേജിന്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് നോക്കിയിട്ട് പോകണം കേട്ടോ. ലേബലിംഗ് ചോദിക്കാറുണ്ട്. എല്ലാ ഡയഗ്രംസും നോക്കണം, ബാക്ടീരിയോഫേജ് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ വെയിറ്റേജ് 3 അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാലും മാക്സിമം 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് ആ വാക്കുകൾ പറഞ്ഞത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ വേഗം വേഗം ആൻസർ എഴുതിക്കോട്ടോ. നമുക്ക് ഇന്ന് 3 ചാപ്റ്റർ നോക്കാനുണ്ട്. അപ്പൊ സ്പീഡിൽ അങ്ങനെ എഴുതി പോകും ആൻസേഴ്സ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡയാറ്റംസ്, ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ, ആർ യൂസ്ഫുൾ ടു അസ് ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഇത് യൂസസ് ആണെന്നാണ് പറയണേ. അത് ഇവാലുവേറ്റ് ചെയ്ത ആൻസർ ഒന്ന് വേഗം എഴുതിക്കേ. അപ്പൊ അതിന്റെ യൂസസ് എന്താണെന്നാണ് മെയിൻ ആയിട്ട് നിങ്ങൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എഴുതണം കേട്ടോ. ഞാൻ എഴുതിയത് കാണിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് വേറെ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞേക്കരുത്. എഴുതുക, നോട്ട് എടുത്ത്. എഴുതിയ ഷാഹിദ്? എഴുതി. ഇനി ആരാ അവിടെ എഴുതാത്ത? ഋതു വോയിസ് കണക്ട് ചെയ്തിട്ടില്ലല്ലോ ഋതു. ഗുരു എന്താ ക്യാമറ ഓഫ് ചെയ്തിരിക്കണേ? ക്യാമറക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഏഞ്ചൽ മരിയ, വിഷ്ണു എഴുതിയോ? വിഷ്ണു, ഹലോ വിഷ്ണു.
ഞാൻ വിളിക്കുന്ന വിഷ്ണു കേൾക്കുന്നില്ലേ? ആ, ആൻസർ എഴുതിയോ? എഴുതിക്കൊണ്ടിരിക്കുക, വേഗം എഴുതിക്കോളൂ. കഴിഞ്ഞു. യെസ്. അപ്പൊ എന്താണ് ഡയാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഈ സോപ്പ് ബോക്സ് പോലെ കാണുന്ന സിലിക്ക ഡെപ്പോസിഷൻ അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ പറയുന്ന നമ്മുടെ ഡയാറ്റംസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ ഡയാറ്റത്തിന് ഉപയോഗിക്കുന്നത് ഫോർ ദ പോളിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. നെറ്റ് ഇഷ്യൂ ഉണ്ടോ ഗുരുവിന്? നോക്കട്ടെ നെറ്റ് ഇഷ്യൂ ഉള്ളത്. ഇവിടെ കാണുമ്പോൾ നെറ്റ് ഇഷ്യൂസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇത്ര നേരം ക്യാമറ ഓൺ ആണല്ലോ. പെട്ടെന്ന് എങ്ങനെ നെറ്റ് ഇഷ്യൂ വരുന്നത്? നമുക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടോ, അതേപോലെ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ലല്ലോ. ക്യാമറ ഓൺ ആക്കി വെക്കൂ ഗുരു. എവിടെ നെറ്റ് ഇഷ്യൂ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ആൻസർ എഴുതിയത് കാണിച്ചേ, നോട്ട് കാണിച്ചേ. എനിക്ക് ബ്ലർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ എഴുതിയോ? അതൊന്ന് കാണിച്ചു തന്നെ, എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തോ. ഉഡായിപ്പ് ഇവിടെ നടക്കില്ല മക്കളെ. ഇനി ആരവിടെ എഴുതാതിരിക്കുന്ന ആൾക്കാര്? ദീപു എവിടെ പോയി? ഓക്കെ, ദിവോന എഴുതിയോ? എഴുതി. ഓക്കെ, ഇതാണ് പോളിഷിങ്ങിന് യൂസ് ചെയ്യുന്നു. ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലിയ വലിയ കമ്പനികളും ഫാക്ടറീസിലും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ല നമ്മുടെ ഓയിലും സിറപ്പും ഫിൽട്ടർ ചെയ്യാനല്ല, വലിയ വലിയ ഫാക്ടറീസിലും കമ്പനീസിലുമാണ് നമ്മൾ ഇതിനെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. ആദ്യത്തെ പെയർ കൊടുത്തിരിക്കണേ കാർലസ് ലീനിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം, അതുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കണേ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. RH വിറ്റാക്കർ എന്താ? അപ്പോ RH വിറ്റാക്കർ എന്താ? എത്രയാണ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ? എങ്ങനെയാ അത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനില്, ബി ക്വസ്റ്റ്യനില് തെർമോസ്ഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹീറ്റ് ആണ്, ഹോട്ട് സ്പ്രിങ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇങ്ങനെ ആവി പൊന്തുന്ന അത്രയും ചൂടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് രണ്ടുമാണ് ഫില്ല് ചെയ്യേണ്ടത്. വേഗം എഴുതിക്കേ. ജസ്റ്റ് 2 സെന്റൻസ് എഴുതിയാൽ മതി. നിങ്ങൾ പാരഗ്രാഫ് ഒന്നും എഴുതണ്ട, 2 വേർഡ്സ് എഴുതിയാൽ കഴിഞ്ഞു. നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾ കമന്റും ചെയ്യാൻ നിൽക്കാം. രണ്ടും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി കേട്ടോ. രണ്ടും കൂടെ ചെയ്ത സമയം കളയണ്ട. RH വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്? അതാണ് നമ്മൾ ഈ മൊത്തം ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന അതിനെപ്പറ്റിയാ. യെസ് ഡെൽവിൻ എഴുതിയോ? സാനിയ വായിച്ചേ. ഏതാണ്? എ ക്വസ്റ്റ്യൻ. RH വിറ്റാക്കറ. RH വിറ്റാക്കർ എന്ത് ക്ലാസിഫിക്കേഷനാണ് നടത്തിയത്? പേരെന്താ ക്ലാസിഫിക്കേഷന്റെ? പിന്നെ എന്തെത്ര നേരം എഴുതിയത്? ബിക്ക് എന്താ ആൻസർ എഴുതിയത്? ബിയുടെ ആൻസർ എന്താ എഴുതിയിരിക്കണേ? ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സോൾട്ടി ഏരിയാസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിയിട്ടാണോ ആൻസർ വായിക്കണേ? ക്വസ്റ്റ്യൻ ബാങ്ക് ക്ലോസ് ചെയ്ത് വെച്ചോട്ടോ. ടെക്സ്റ്റ് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ബാങ്ക് അടച്ചു വെച്ചോ. അത് നോക്കിയിട്ട് ആൻസർ പറയണ്ട. RH വിറ്റാക്കർ എന്താ മക്കളെ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതല്ലേ എഴുതിയത്? വെറുതെ നിങ്ങളുടെ മാർക്ക് കളയല്ലേ. RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. കാർലിനിയസ് 2 കിങ്ഡം. അടുത്തത്, ദ ക്ലാസ് ഓഫ് ഫഞ്ചൈ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. ആരാത്? ഇംപെർഫെക്റ്റ് ഫഞ്ചൈ ABCD, A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അല്ലെങ്കിൽ D. അത് മാത്രം എഴുതിയാൽ മതി, പേര് പോലും നിങ്ങൾ എഴുതണ്ട. ആരാ? ആസ്കോമൈസെറ്റ്സ് ആണോ, ഫൈക്കോമൈസെറ്റ്സ് ആണോ, ഡിറ്റീരിയോമൈസെറ്റ്സ് ആണോ, ബെസിഡിയോമൈസെറ്റ്സ് ആണോ? ആരാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ? പറഞ്ഞേ ദിവോണ, ആരാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ?
അൺമ്യൂട്ട് ചെയ്യൂ. നിങ്ങൾക്ക് ആർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ലേ? ഇവണക്ക് വരുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ലേ? ആ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്ത് പറയൂ ആൻസർ എന്താണ്. അറിയില്ലേ? ടെക്സ്റ്റ് എവിടെ? പിന്നെ എന്ത് വെച്ചാ പഠിക്കുന്നേ? ഇപ്പൊ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടിയോ? ആ അത് പ്രിന്റ് എടുത്തിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ ദീപോണ. ഓക്കെ, ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിന്റ് എടുത്തിരിക്കുക, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ പ്രിന്റ് എടുക്കുക, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. റിവിഷൻ ക്ലാസ്സിൽ ഞാൻ തന്നെ ചോദ്യം പറഞ്ഞ് ഞാൻ തന്നെ ഉത്തരം പറയാ, അതല്ല റിവിഷൻ ക്ലാസ്. നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. ഏതാണ് ആൻസർ? ഡിറ്റീരിയോമൈസെറ്റ്സ് ആണ് ആൻസർ. ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. വൈ ദേ കോൾഡ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമാണ് നമുക്ക് അറിയുള്ളൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ അറിയില്ല, അതുകൊണ്ട് നമ്മൾ അവരെ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി വൈറസസ് ആർ കവേർഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്. ആ പ്രോട്ടീൻ കോട്ടിന് എന്താ പേര് പറയാ? വേഗം കണ്ടുപിടിക്കൂ. നിങ്ങൾ കാണാതെ പറയണത് ഞാൻ പറയില്ല. നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടെങ്കിലും ആൻസർ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ അറിയണം. അതൊരു ബേസിക് കാര്യമല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടെക്സ്റ്റ് എടുക്കാനോ നോട്ട് എടുക്കാനോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ നോക്കാനോ ഒക്കെ പറയുന്നത്. ഒന്നുമില്ലാതെ വെറുതെ ഇവിടെ വന്നിരിക്കരുത് കേട്ടോ റിവിഷൻ ക്ലാസ്സിന്. പറഞ്ഞേ, വൈറസിനെ കവർ ചെയ്ത പ്രോട്ടീൻ കോട്ടിനെ എന്താ പറയാ റോട്രിക്സേ? വേഗം കണ്ടുപിടിച്ചേ. ദേവപ്രിയ പറഞ്ഞേ, എന്താണ് ആ പ്രോട്ടീൻ കോട്ടിനെ പറയുന്ന പേര്? ക്യാപ്സിഡ്. കേട്ടോ, ക്യാപ്സിഡ് എന്നാണ് പറയാ, ക്യാപ്സിഡ്. ഓക്കെ, വൈറസിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ഭയങ്കര കോംപ്ലക്സ് സ്ട്രക്ചർ ആണോ വൈറസിനുള്ളത്? ഒന്നുമില്ല. ആകെ കൂടെ ചുറ്റും ഒരു പ്രോട്ടീനേഷ്യസ് കോട്ടിംഗ് ഉണ്ട്, ഒരു ക്യാപ്സിഡ് ഉണ്ട്, ഉള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയലും ഉണ്ട്. അത്രേ ഉള്ളൂ വൈറസ്. ഓക്കെ, അടുത്ത നോക്കൂ. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഓർഗാനിസം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഈ ആൽഗയുടെ പേരെന്താ? ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സാക്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പിക്ചർ, സെയിം പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഈ ഓർഗാനിസം? പേര് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ആണോ ഡെൽവിന്? കറക്റ്റ് പേര് നോക്കിക്കേ ടെക്സ്റ്റ് ബുക്കിനകത്ത്. പേര് എന്താ നോക്കിയേ? പറഞ്ഞ ദേവപ്രീത, ഏതാണ് ഈ ഓർഗാനിസം? യെസ്, വെരി ഗുഡ്, നോസ്റ്റോക്ക്. കേട്ടോ, കാരണം ഓരോ സ്പീഷീസിന് അതിൻ്റെതായ പേരുണ്ട്. അപ്പൊ എക്സാക്ട് പേര് പറയണം നമ്മൾ കേട്ടോ. നോസ്റ്റോക്ക് ആണ്, കറക്റ്റ് ആണ്. അടുത്ത നോക്കൂ. ചൂസ് ദി. ഞാനിത് വേഗം പോകുന്നത് മാക്സിമം സ്പീഡിൽ പോയാലാ നമുക്ക് മാക്സിമം ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. മെല്ലെ പോയാൽ മതിയോ? നിങ്ങൾ പറയൂ. മെല്ലെ പോയാൽ കുറച്ച് ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് ഇൻഫോം ചെയ്യണം കേട്ടോ, മിണ്ടാതിരിക്കരുത്. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ്. എയ്ഡ്സ് ഇൻ ഹ്യൂമൻ ബീയിങ് ഈസ് കോസ്ഡ് ബൈ. ആരാണ് എയ്ഡ്സ് കോസ് ചെയ്യുന്നത്? ബാക്ടീരിയം ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, മൈക്കോപ്ലാസ്മയാണോ? ഹൂ? ആരാണ് കോസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് ബുക്ക് വേഗം. അത് നമുക്ക് സ്പീഡ് വേണം. നമുക്ക് ഏത് ഭാഗത്ത് ഏത് ടോപ്പിക്കാ വരണേന്ന് ഒരു ഐഡിയ വേണം, എന്നാലേ ടെക്സ്റ്റ് റെഫർ ചെയ്യാൻ അറിയുള്ളൂ. ഒരു പരിചയം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേഗം ടെക്സ്റ്റ് മറക്കുക, ഉത്തരങ്ങൾ വേഗം അണ്ടർലൈൻ ചെയ്തിടുക, പറയാം. എയ്ഡ്സ് ആരാ ഉണ്ടാക്കണേ? 10ൽ പഠിച്ചതാ. യെസ്, വെരി ഗുഡ് റോട്രിക്സ്. ആരാ ഉണ്ടാക്കുന്നത്? വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അല്ലെ, കോടീശ്വരം പരിപാടി പോലെ ആയിപ്പോ. വൈറസ് ആണ് എന്തുണ്ടാക്കുന്നത്? എയ്ഡ്സ് കോസ് ചെയ്യുന്നത് അല്ലേ? HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, എന്നാണ് HIV. ആ വൈറസ് ആണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത്. ഒബ്സർവ് ദി ഫസ്റ്റ് പെയർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ലൈക്കൺ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ വിത്ത് ഫഞ്ചൈ ആൻഡ് ആൽഗെ. അങ്ങനെയാണെങ്കിൽ അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ആ ഒരു അസോസിയേഷൻ, അവർ തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, സെയിം തന്നെ, ആ പേര് തന്നെയാണ്. യെസ്, റോട്രിക്സ്. കണ്ടുപിടിച്ചോ? ആൻസർ കിട്ടിയോ? ഷാഹിദ് പറഞ്ഞേ, എന്താണ് അസോസിയേഷൻ നമ്മൾ പറയുന്ന പേര്? കറക്റ്റ് ആണ് ശിവാനി. ഷാഹിദ് പോയോ? യെസ്, അശ്വിത കറക്റ്റ് ആണ്. ഷാഹിദേ,
നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ പോകേണ്ട ആവശ്യമില്ല, കണ്ടുപിടിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഒന്നും തരില്ല. പറഞ്ഞേ. ആ പറഞ്ഞു, ആൻസർ എന്താ? ഏ ആ കണ്ടുപിടിക്കടാ, കാണാനില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക. അതെവിടെയാ വരുന്നത് മൈക്രോറൈസ ഒക്കെ? ആ കണ്ടുപിടിച്ച വേഗം, മേമയും കണ്ടുപിടിക്കേ. മൈക്കോറൈസ അല്ലേ? ക്ലോസ് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംജൈ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. മൈക്കോറൈസ എന്നാണ് പറയാ കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും മൈക്കോറൈസ എഴുതിയിരിക്കണ ഓരോ സ്പെല്ലിംഗാ. 10 പേര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 സ്പെല്ലിംഗ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ നോക്കുക കേട്ടോ. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദീസ് ഓർഗാനിസം കോസ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽസ്? വൈറസ് ആണോ, വൈറോയിഡ് ആണോ, പ്രയോൺസ് ആണോ, ബാക്ടീരിയാസ് ആണോ? ആരാണ് മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുക? ഭ്രാന്തൻ പശു എന്നൊക്കെ പറയും മലയാളത്തില്. ആന്ത്രാക്സ് പോലത്തെ എന്താണ്, ആരാണ് കോസ് ചെയ്യുന്നത്? നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടാ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് കരുതി നിങ്ങളൊന്ന് കറക്കി കുത്തണ്ട. എക്സാക്ട് ആൻസർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. ആണോ റോട്രിക്സേ? ടെക്സ്റ്റിൽ അങ്ങനെയാണോ കൊടുത്തിരിക്കണേ? ആരാണ്? പ്രയോൺസ് കേട്ടോ. പ്രയോൺസ് ആണ് മാഡ് കൗ ഡിസീസ് കോസ് ചെയ്യുന്നത്. മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുന്നത് പ്രയോൺസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് ടേംസ്. ബാസിലസ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് കൊക്കസ്. റോഡ് ഷേപ്ഡ് ആണ്. കൊക്കസ് ബാക്ടീരിയയുടെ ഷേപ്പ് എന്താ? അതായത് ഫസ്റ്റ് നമ്മുടെ മൊനീറ പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാൽ മതി. കിങ്ഡം മൊനീറയുടെ ഭാഗത്ത് നോക്കിയാൽ മതി, അവിടെ കാണാൻ പറ്റും. കിങ്ഡം മൊനീറ പഠിച്ച സമയത്ത് നമ്മൾ ബാക്ടീരിയാസ് പല വിധത്തിലുണ്ട്. അവരെ നമ്മൾ അവരുടെ സൈസ്, അവരുടെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 5 ടൈപ്പായിട്ട്. അവരുടെ ഷേപ്പ് കാണാൻ എങ്ങനെയാണോ അവരിയ്ക്കുന്നത് അതിന്റെ ബേസിസിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ബാസിലസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്പ് ആണ്, അതിന്റെ ഷേപ്പ് റോഡ് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ കൊക്കസ് ബാക്ടീരിയയുടെ ഷേപ്പ് എന്താ? എന്താണ് കൊക്കസ് ബാക്ടീരിയയുടെ ഷേപ്പ്? പറഞ്ഞ നികിത, കൊക്കസ് ബാക്ടീരിയയുടെ ഷേപ്പ് എന്താണ്? സ്പിരിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, സ്പിരിക്കൽ ഷേപ്പ് ആണ് കൊക്കസ് ബാക്ടീരിയയുടെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. യെസ്, അടുത്ത് നോക്കൂ. സജസ്റ്റ് ദ കറക്റ്റ് സയന്റിഫിക് ടേം ഫോർ ദി ഫോളോയിങ്. ആൽഗൻ പാർട്ട്ണർ ഇൻ ലൈക്കൺസ്. ലൈക്കൺസിൽ നമുക്കറിയാം 2 ഓർഗാനിസം ഉണ്ട്. അപ്പൊ 2 പാർട്ട്ണർ ഉണ്ട് അവിടെ. ഒരു ആൽഗയും ഉണ്ട്, ഒരു ഫഞ്ചയും ഉണ്ട്. അതിനകത്ത് ആൽഗൽ പാർട്ട്ണറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആ ആൽഗൽ പാർട്ട്ണറിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗേനെ നമ്മൾ ഒരു സയന്റിഫിക് ടേം വിളിക്കാറുണ്ട്. അതെന്താണെന്നാണ് ചോദ്യം. അതേപോലെ ഫഞ്ചൈനെയും ഒരു സയന്റിഫിക് ടേമിൽ നമ്മൾ വിളിക്കും. അതെന്താണ്? യെസ് ഐശ്വര്യ. സിംബയോട്ടിക് അല്ല അശ്വിത. സിംബയോട്ടിക് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് അസോസിയേഷനെ പറയുന്ന പേരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലിസം എന്നൊക്കെ പറയില്ലേ, അതിന്റെ വേറൊരു ടേം ആണ് സിംബയോട്ടിക്. ആ ഒരു ബന്ധത്തിനെ പറയുന്ന പേരാണ്. ഹയർ റൂട്ട്സാ. ഞാൻ ചോദിച്ചത് എന്താ? ആൽഗൽ പാർട്ട്ണറിനെ പറയുന്ന പേര്, സയന്റിഫിക് പേരെന്താണ്? നമ്മൾ ആൽഗയും ഫഞ്ചയും തമ്മിലുള്ള അസോസിയേഷൻ ആണ് ലൈക്കൺ എന്ന് പറഞ്ഞു, അത് ശരിയാണ്. ഇവിടെ അതൊന്നും അല്ല ചോദിക്കണേ. അതിനകത്തുള്ള ആൽഗേസിനെ നമ്മളൊരു ടേമിൽ യൂസ് ചെയ്യാറുണ്ട്. അതെന്താണെന്നാണ് ചോദ്യം. എന്താണ് മക്കളെ? ഫൈക്കോബിയോണ്ട് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക കേട്ടോ. ഫൈക്കോബിയോണ്ട്. ഋതു, ഹായ് ഋതു. ഋതു പോയോ? അങ്ങനെയാണെങ്കിൽ ഫഞ്ചൈൻ എന്താ പറയാ? മൈക്കോബിയോണ്ട് കേട്ടോ, തെറ്റിക്കരുതേ. ഫൈക്കോബിയോണ്ടും മൈക്കോബിയോണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് റിപ്പീറ്റഡ് ആയതേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ശ്രദ്ധിക്കാം, ഫൈക്കോബിയോണ്ട് ആൻഡ് മൈക്കോബിയോണ്ട്. ഓക്കെ, അടുത്ത നോക്കാം. RH Whittaker classified organism into 5 kingdom based on certain criteria. Write any 4 criteria. തുടക്കത്തിലാണ്, സ്റ്റാർട്ടിങ് എടുത്താൽ മതി, ചാപ്റ്ററിന്റെ തുടക്കത്തിലാണ് കാണുന്നത്. പല ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്, അതിനകത്ത് ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി 4 ക്രൈറ്റീരിയ എന്തിന്റെ ഒക്കെ ബേസിസിലാണ് നമ്മൾ ഈ പറയുന്ന ഓർഗാനിസങ്ങളൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കണേ എന്നുള്ളത് അറിയണം. കണ്ടുപിടിച്ചോ? പ്ലാന്റ് ആൻഡ് അനിമല.
ഞാൻ പറഞ്ഞു നിങ്ങളോട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്താൽ മതി. വെറുതെ എന്താ പറയാ, ഒരു ഊഹാപോഹങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരാളും. ടെക്സ്റ്റ് നോക്കാൻ മര്യാദക്ക്, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അല്ലാതെ വെറുതെ ഒരു സമയം കളയല്ലേ 2 മണിക്കൂർ വെച്ചിട്ട്. ഇത് 8:15 ഈ ചാപ്റ്റർ തീർത്താൽ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തീരില്ല, 3 ചാപ്റ്റേഴ്സ് ഉണ്ട് ഇന്ന്. ആ ഫാത്തിമ സന വായിച്ചേ, എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് വരിക? ഏതെങ്കിലും 4 എണ്ണം, ഇനി 4. ആ യെസ്, വെരി ഗുഡ്. ഏതൊക്കെയാണ് പറയാൻ പറ്റുന്നത്? ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ എവല്യൂഷണറി ബന്ധമാണ് കേട്ടോ. അവരുടെ ആൻസിസ്റ്റേഴ്സുമായുള്ള കണക്ഷനെയാണ് നമ്മൾ ഈ ഫൈലോജനറ്റിക് എന്ന ടേം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സെൽ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ പറയുന്ന ഓർഗാനിസങ്ങൾ പരസ്പരമുള്ള സെല്ലിന്റെ ബന്ധം, സ്ട്രക്ചർ എങ്ങനെയാണ്? അവരുടെ ബോഡി ഓർഗനൈസേഷൻ, അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവരുടെ റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ ബേസിസിലാണ് നമ്മളല്ല RH വിറ്റാക്കർ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ കാൾ ലിനിയസിന്റെ ചോദിക്കൂ കേട്ടോ. ക്രൈറ്റീരിയാസ് 2 പേരുടെയാണ് ആകെ കൂടി ഉള്ളത്, 2 പേരുടെയും നോക്കി വെക്കാം. ഇനി ഇതൊന്ന് നോട്ടിൽ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, നോട്ടിനകത്ത് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് എളുപ്പത്തിന് ടീച്ചർ ഇങ്ങനെ ഇട്ട് തരാം. ABCD, ഇവിടെ 1 2 3. അപ്പൊ നിങ്ങൾ 1ന്റെ ഏടെ അവിടെ ഏതാ, 1 ആണോ 2 ആണോ 3 ആണോ അത് എഴുതിയാൽ മതി. നിങ്ങൾ ടേബിൾ വരച്ച് കഷ്ടപ്പെടണ്ട, വേഗം ഫില്ല് ചെയ്യുന്ന വർക്ക്ഔട്ട് ചെയ്തേ. അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, സ്പോറോസോവൻസ്. ഇപ്പുറത്തെ എല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. അത് ഏതൊക്കെ എക്സാമ്പിൾസ് ആണെന്നുള്ളത് നോക്കി ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് വെക്കാം. വേഗം ചെയ്തു. അശ്വിത. ഓക്കെ, ഐശ്വര്യ. എളുപ്പമാണത്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾസ് മാത്രം നോക്കിയാൽ മതി. ഇതിനകത്താണെങ്കിൽ എല്ലാത്തിന്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ എക്സാമ്പിൾ തരുമ്പോൾ നിങ്ങളത് പഠിക്കാതെ വിടരുത്. ഇതുപോലെ എക്സാമ്പിൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ ഒക്കെ ചോദിക്കൂ കേട്ടോ. നോട്ട് ഡൗൺ ചെയ്യണേ. ഓക്കെ, എങ്ങനെയാണ് ആൻസർ വരുന്നത് മക്കളെ? ഇതുപോലെയാണോ നിങ്ങൾ ഫില്ല് ചെയ്തത്? ചെക്ക് ചെയ്തേ. അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ അത് എൻഡമീബയാണ് എക്സാമ്പിൾ വരുന്നത്. എൻഡമീബ ഹിസ്റ്റോലിക്ക എന്നാണ് ഫുൾ നെയിം. എൻഡമീബ എന്ന് എഴുതിയാലും മതി. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ ട്രൈപ്പാനോസോമ. ട്രൈപ്പാനോസോമ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിന്റെ പേരെന്താ? ട്രൈപ്പാനോസോമ ഉണ്ടാക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ അവിടെ. നിസീലിയേറ്റഡ് പ്രോട്ടോസോവൻ പാരാമീസിയം, സ്പോറോസോവൻ പ്ലാസ്മോഡിയം. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കൂ. Sexual cycle of fungi involves 3 steps. 1 step is given below. Write the other 2 steps. ഇത് റിപ്പീറ്റഡ് അല്ല. ഇത് പക്ഷെ ഒരു തവണ 1 2 തവണ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത്രയും ഒരു 10 വർഷത്തിനുള്ളിൽ റിപ്പീറ്റഡ് ആയിട്ട് കുറെ തവണ ചോദിച്ചു എന്നൊന്നും ടീച്ചർ പറയില്ല. പക്ഷെ 1 2 തവണ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയില്ല എന്നുള്ള ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. എങ്ങാനും ചോദിച്ചാലോ എഴുതാം നമുക്ക്. എന്താണ് ചോദിക്കുന്നത്? ഫഞ്ചയുടെ സെക്ഷൽ സൈക്കിൾ ആണ്. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റെപ്പ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയർ കോൾ കാരിയോഗമി. കാരിയോഗമി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം? ആദ്യം പ്ലാസ്മോഗമി നടക്കണം, അത് കഴിഞ്ഞിട്ടാണ് കാരിയോഗമി, അത് കഴിഞ്ഞിട്ട് മിയോസിസ് സംഭവിക്കുന്നു. 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഇത് തന്നെ വളരെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. എന്നാലും ഞാൻ ആഡ് ഓൺ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യുക. ഇത് ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ഉണ്ട് കേട്ടത്. ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട. എല്ലാ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുണ്ട്, അവിടെ റെഫർ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത നോക്കൂ മക്കളെ. സം ഓർഗാനിസം ഷോ അസോസിയേഷൻ വിച്ച് ആർ മ്യൂച്വലി ബെനിഫിറ്റഡ്. 2 പേർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. അതിന് ലൈക്കണിൽ ആരൊക്കെയാണുള്ള കമ്പോണൻസ്? ആരൊക്കെയാ ലൈക്കണിൽ വരുന്ന 2 ഓർഗാനിസംസ്? ആൽഗയും ഫഞ്ചയും, ഫൈക്കോബിയോണ്ടും മൈക്കോബിയോണ്ടും. വാട്ട് ഈസ് ദ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈക്കൺ? എന്താണ് ലൈക്കൺസിന്റെ ഒരു ഇമ്പോർട്ടൻസ്? എന്താ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്? എന്താണ് ലൈക്കണിന്റെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ് ശിവാനി, വെരി ഗുഡ്.
എന്താണ് ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ലൈക്കൺസിനെ കണ്ടാൽ അതിനർത്ഥം എന്താ? അതാണ് ചോദ്യം. നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴോ വണ്ടിയിലൊക്കെ പോകുമ്പോഴോ ഒരു സ്ഥലത്ത് നമ്മൾ ലൈക്കണിനെ കണ്ണിൽ പെട്ടാൽ അതിനർത്ഥം എന്താണ്? ഈ IDK തന്നെ എക്സാമിന് എഴുതി വെക്കണം കേട്ടോ, റോട്രിക്സ് ഫുൾ മാർക്ക് കിട്ടും. യെസ്, കറക്റ്റ് ആണ് ഭാനുമതി. എന്താണ് കാരണം? എന്താ ലൈക്കൺസിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ലൈക്കൺ എന്താന്ന് എല്ലാവർക്കും അറിയണ്ടാവും, പക്ഷെ സിഗ്നിഫിക്കൻസ് നിങ്ങൾ നോട്ട് ചെയ്യില്ല. എന്താണ് സിഗ്നിഫിക്കൻസ്? വിഷ്ണുവിന് കിട്ടിയാ ആൻസർ കിട്ടിയാ? ആ, ലൈക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിഷ്ണു? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ആ, കേക്കാം. വിഷ്ണുവിന് കേൾക്കുന്നില്ലേ? ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? കേക്കാം. ഞാൻ ചോദിച്ചത് ലൈക്കൺസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷനെയാണ് ലൈക്കൺ എന്ന് പറയുന്നത്? സഞ്ജയ്, റൂട്ട, ആൽഗെ അല്ലേ? ആൽഗെ. ആ, യെസ്. തെറ്റിക്കരുത് കേട്ടോ, അതിൽ കൺഫ്യൂഷൻ വരുത്തണ്ട, അതൊക്കെ റിപ്പീറ്റഡ് ആ. ഓക്കെ, ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് മക്കളെ? അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ലൈക്കൺസിനെ കാണുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ പൊല്യൂഷൻസ് ഇല്ല, അവിടെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ്. പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലൈക്കൺസ്. ലൈക്കൺസ് ഒരു സ്ഥലത്ത് പ്രസന്റ് ആവണമെങ്കിൽ ആ സ്ഥലത്ത് ഒരു തരത്തിലുള്ള പൊല്യൂഷനും പാടില്ല. പൊടിയോ അഴുക്കോ അങ്ങനെ പുകയോ ഒരു തരത്തിലുള്ള പൊല്യൂഷൻ അവിടെ ഉണ്ടാവില്ല. പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ലൈക്കൺ ജീവിക്കുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. അതാണ് പൊല്യൂഷൻസ് ആർ വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയ. പൊല്യൂട്ടഡ് സ്ഥലത്ത് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. അതിനർത്ഥം അവരൊരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ ആ സ്ഥലം ഭയങ്കര ക്ലിയർ ആൻഡ് ക്ലീൻ ആയിരിക്കും, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള സ്ഥലമായിരിക്കും അത് എന്ന് മനസ്സിലാക്കുക. അതാണ് ലൈക്കൺസിന്റെ ഒരു സിഗ്നിഫിക്കൻസ് കേട്ടോ. അടുത്ത് നോക്കൂ, ഏതാ ഫിഗർ? എന്താ? and identify the organism, mark the parts labeled as 1 and 2. പാർട്സ് ലേബിൾ ചെയ്യുക, ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, സാറ്റ് ഫോട്ടോയാ, ഒരു വ്യത്യാസമില്ല, ടെക്സ്റ്റിലുള്ള സെയിം ഫോട്ടോയാ കൊടുത്തിരിക്കണം. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഞാനായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല, ഒക്കെ PYQs ആണ്. ഏതാണ് ഈ ഓർഗാനിസം? യെസ്, ടുബാക്കോ മൊസൈക്കോ വൈറസ്. എന്തൊക്കെയാണ് ഇതിനകത്ത് ഭാഗങ്ങൾ? എന്താ? ഒരു ക്യാപ്സിഡും ഉണ്ട്, അതിന്റെ ജനറ്റിക് മെറ്റീരിയലും ഉണ്ട് കേട്ടോ. 2 ഭാഗങ്ങളാണ് വരുന്നത്, RNA ആൻഡ് ക്യാപ്സിഡ്. ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഈ കവറിങ്ങിനെയാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. പ്രോട്ടീനീഷ്യസ് കവറിംഗ് ആണ്, അകത്ത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ DNA ഓർ RNA ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ അതിന്റെ സ്ട്രക്ചർ കേട്ടോ. TMV ആണ്, ടുബാക്കോ മൊസൈക്ക് വൈറസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ബാക്ടീരിയയുടെ ഏതെങ്കിലും 2 യൂസസ് ആണ്, ഇഷ്ടം പോലെ യൂസസ് ഉണ്ട്, നമ്മൾക്ക് എഴുതാം, കുറെ എണ്ണം എഴുതാം അല്ലെ. കേർഡിനെ മിൽക്കിനെ കേർഡാക്കുന്നത് അല്ലെ, നമ്മുടെ ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷൻ, പിന്നെ എന്ത് പറയാ, മാവ് കുടിക്കുന്നത്, കുറേ എണ്ണം ഉണ്ട്, ജീവനാവുന്നതൊക്കെ ഇഷ്ടം പോലെ യൂസസ് ഉണ്ട് ബാക്ടീരിയയുടെ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും യൂസസുകൾ, ഇപ്പൊ 2 എണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ 2 എണ്ണം നമ്മൾ പറയുന്നു കേട്ടോ. ഫർദർ ചോദിക്കുകയാണെങ്കിൽ എഴുതാം, ബാക്ടീരിയയുടെ യൂസസിൽ എഴുതുക. പിന്നെ നൈട്രജൻ ഫിക്സേഷൻ ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ നോക്കൂ മക്കളെ, അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് വേഗത്തിൽ കുറച്ച് സ്പീഡിൽ പോവാം കേട്ടോ. ക്ലാസസ് ഓഫ് ഫഞ്ചൈ, ഫഞ്ചൈയുടെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ, അതിന്റെ എക്സാമ്പിൾസ്. അതിൽ ഈ അഗാരിക്കസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അഗാരിക്കസ്, റൈസോപ്പസ്. ഈ പെൻസിലിയും ഓൾട്ടർനേറിയും അത്ര റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അഗാരിക്കസും റൈസോപ്പസും എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോളൂ കേട്ടോ. റൈസോപ്പസ്, അതായത് ബ്രെഡ് മൗൾഡ് ഒക്കെ ഉണ്ടാക്കുന്നത്, ബ്രെഡിൽ പൂപ്പിൽ വരുത്തുന്നില്ലേ, അത് നമ്മുടെ റൈസോപ്പസ. പിന്നെ അഗാരിക്കസ്. ഓക്കെ, യെസ്. ഫഞ്ചൈ എന്ന് പറയുമ്പോൾ നമ്മുടെ മഷ്റൂംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഫഞ്ചൈ. ഓക്കെ, ഇനി ഇതൊരു ജനറൽ, അതായത് മൊത്തത്തിൽ ഈ ചാപ്റ്റർ എന്നുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, അല്ലാതെ ഒരു പ്രത്യേക ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതല്ല, എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. എന്താണ് അനബീന? അനബീന എന്ന് പറഞ്ഞാൽ എന്താണ്? നോസ്റ്റോക്ക്, അനബീന, അവരിലൊക്കെയാണ് ഹെട്രോസിസ്റ്റ് കാണുന്നത്. ഈ ഗോണിയോലെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു ആൽഗയാണ് ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. പിന്നെ സ്ലൈം മൗൾഡ്,
അനബീന ഹെട്രോസിസ്റ്റ് ഗോണിലെക്സ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്നതാണ്. റെഡ് ടൈഡ് ഉണ്ടാക്കുക, കടലൊക്കെ ചുവന്ന കളറിൽ കാണുന്നതിന് കാരണം ഗോണിയോലെക്സ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ്. ദെൻ യൂഗ്ലീന പെല്ലിക്കിൾ കാണും. പെല്ലിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് യൂഗ്ലീന എന്നുണ്ടെങ്കിൽ, ഇത് യൂഗ്ലീനയുടെ സ്ട്രക്ചർ ആണെങ്കിൽ ആ യൂഗ്ലീന ഇരിക്കുന്നത് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനെയാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. യൂഗ്ലീനയുടെ സ്ട്രക്ചർ ഒരു തവണ ഐഡന്റിഫിക്കേഷന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ട്. ഈ അടുത്ത് കഴിഞ്ഞൊരു എക്സാമിന് യൂഗ്ലീനയുടെ സ്ട്രക്ചർ തന്നിട്ട് അത് ഏത് ഓർഗാനിസം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ സ്ലൈം മൗൾഡ് എന്ന് പറയുമ്പോൾ പ്ലാസ്മോഡിയം എക്സാമ്പിൾ. ഓക്കെ, പിന്നെ കുറെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് 2021 ചോദിച്ച ഡയാറ്റംസ് നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ മൈക്കോപ്ലാസ്മ ഏതാണ് മക്കളെ? ഏത് കിങ്ഡത്തിലാണ് മൈക്കോപ്ലാസ്മ വരുന്നത്? മൈക്കോപ്ലാസ്മ ഏത് കിങ്ഡത്തിലാണ് വരുന്നത്? പ്രൊട്ടിസ്റ്റയാണോ, മുനീറയാണോ, ഫഞ്ചയാണോ, പ്ലാന്തയാണോ? ഏത് കിങ്ഡത്തിലാണ് മൈക്കോപ്ലാസ്മ വരുന്നത്? അഭിനവേ പറഞ്ഞേ. മുനീറയിലാണ് വരുന്നത്. മുനീറയിലാണ് കംപ്ലീറ്റ്ലി ബാക്ടീരിയാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഞാൻ 2012 എന്ന് പറഞ്ഞ 2012 മാത്രം ചോദിച്ചൊരു പ്രീഷ്യസ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ, കുറെ വർഷം ചോദിച്ചിട്ടുണ്ട്. ഞാനതിൽ ഒരു ഇയർ മാത്രമാണ് ആഡ് ചെയ്തിരിക്കണേ. പിന്നൊക്കെ കുറെയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ നോക്കാനുള്ള സമയവും ഇല്ല. നോക്കിയേ, നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ എന്താ പറയാ? ഹൈഫയുടെ നെറ്റ്വർക്കിനെ പറയുന്ന പേരെന്താ? ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണിൽ പെടില്ല. വലിയ വലിയ പാരഗ്രാഫിന്റെ ഇടയിലെ വൺ വേർഡുകളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണിക്കുന്നത്. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെയാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. മൈസീലിയം. ഹൈഫ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ആ ഫഞ്ചയുടെ ഒരു ബോഡി ഉണ്ടാവും. നമുക്ക് നമ്മുടെ ശരീരം ഉള്ളതുപോലെ ഫഞ്ചയുടെ ആ ബോഡീനെ വിളിക്കുന്ന പേരാണ് ഹൈഫ. ഹൈഫ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അതിന്റെ ഒരു നെറ്റ്വർക്കിനെ നമ്മൾ അതുപോലത്തെ ഒരുപാട് ഹൈഫകൾ കൂടി ചേരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന മൈസീലിയം എന്നാണ് വിളിക്കുക കേട്ടോ. മൈസീലിയം നോട്ട് ഡൗൺ ചെയ്ത് പോയിക്കോളും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് ഇത് നോക്കിക്കേ, നമ്മൾ മൈക്കോറൈസ എന്താണെന്ന് പഠിച്ചു. മൈക്കോറൈസയിൽ ഏതൊക്കെ ഓർഗാനിസങ്ങളാണ് വരുന്നത് എന്നും പഠിച്ചു. ഇത് എങ്ങനെയാണ് അവർ പരസ്പരം എന്ത് ഇന്ററാക്ഷനാണ് നടക്കുന്നത്? പരസ്പരം അവർ സിംബയോട്ടിക് അസോസിയേഷൻ ആണെന്ന് അറിയാം. അതായത് നമ്മുടെ ഫഞ്ചെ എന്താണ് നമ്മുടെ റൂട്ട്സിന് ചെയ്തു കൊടുക്കുന്നത്, റൂട്ട് എന്താ തിരിച്ച് ഫഞ്ചയ്ക്ക് ചെയ്തു കൊടുക്കണേ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് അവർ മെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്നത്? എന്താണ്? പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഫഞ്ചൈ വന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു, തിരിച്ച് ഫഞ്ചൈക്ക് ആവശ്യമായ ഫുഡ് പ്ലാന്റ്സ് കൊടുക്കുന്നു. ഇതാണ് പരസ്പരം അവരുടെ മ്യൂച്വലിസം. അങ്ങനെയാണ് വരുന്നത്. പരസ്പരം അവരുടെ ബെനിഫിറ്റ് അങ്ങനെയാണ് കേട്ടോ. ഈ മിനറൽസിന്റെ ഫിക്സേഷനെ സഹായിക്കുന്നത് ഫഞ്ചൈസ് ആണ്. പ്ലാന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മിനറൽസ് വേണം പ്ലാന്റ്സിന്, എസ്പെഷ്യലി ഫോസ്ഫറസ് ഒക്കെ കുറെ വേണം. അപ്പൊ അതിന്റെ കറക്റ്റ് പ്രോപ്പർ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഫഞ്ചൈ ആണ്. തിരിച്ച് നമ്മുടെ റൂട്ട് ഫഞ്ചൈക്ക് എന്താ ചെയ്ത് കൊടുക്കുക? ഫുഡ് ഉണ്ടാക്കി, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് തിരിച്ചു കൊടുക്കും. അപ്പൊ രണ്ടുപേരും അവർ ഹാപ്പി. ക്രൈറ്റീരിയാസ് നമ്മൾ കണ്ടു. പിന്നെ ചോദിക്കുന്നത് കണ്ട, യൂഗ്ലീന ഞാൻ ചോദിച്ചു 2020 ക്വസ്റ്റ്യൻ വന്നത്. ഇത് യൂഗ്ലീനയാണ്. ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് ഫിഗർ ഐഡന്റിഫൈ ചെയ്താൽ മതി. നിങ്ങൾ ഒരു മാർക്ക് അവിടെ കിട്ടി. യൂഗ്ലീന എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫിഗേഴ്സ് ഒക്കെ നോക്കിക്കോളൂ, ഡയഗ്രാംസ് ഒബ്സർവ് ചെയ്ത് പോവാ. ഈ പുറമേ കാണുന്ന ഈ ഔട്ടർ കവറിങ്ങിനെയാണ് പെല്ലിക്കിൾ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചത് കേട്ടോ. പെല്ലിക്കിൾ. പിന്നെന്താ? ഇത് ഏത് ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറാ? ദേവപ്രീത ആരാണ് ഇവിടെ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാര്? ഇതേതാണ് ഈ ഓർഗാനിസം? ആരത് ആദ്യമായിട്ടാ കാണുന്നേ? ഇതാണ് ബാക്ടീരിയോഫേജ് അല്ലേ? എന്താണ് ബാക്ടീരിയോഫേജ്? വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ പറയുന്ന പേരാണ് കേട്ടോ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അവർക്കൊരു ഹെഡ്, കോളർ, ഷീത്ത്, ടെയിൽ ഫൈബേഴ്സ്, ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. സ്ട്രക്ചർ നോട്ട് ഡൗൺ ചെയ്തിട്ട് പോവാം. ലേബലിങ്ങിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് 4 ഭാഗമേ ഉള്ളൂ. ലേബൽ ചെയ്യാൻ ചോദിച്ചാലും എളുപ്പമാണ്. അപ്പൊ ഒന്ന് എന്താ പറയാ, ടിക്കിട്ട് പോവാം. ഡയഗ്രാംസ് ഒബ്സർവ് ചെയ്തിട്ട് പോകണം. നമുക്ക് ഡയഗ്രാം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരും, നിർബന്ധമാണ്. എല്ലാ വർഷവും ഡയഗ്രാം ബേസ് ചെയ്ത് ഇത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വരണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡയഗ്രാം ബേസ് ചെയ്ത് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ വെറുതെ നമ്മൾ മാർക്ക് കളയണ്ടല്ലോ, മാക്സിമം ഒബ്സർവ് ചെയ്ത് വെച്ച് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഡയാറ്റംസ് ഏത് ഗ്രൂപ്പിലാ മക്കളാ വരുന്നത്? ഡയാറ്റത്തിന്റെ യൂസ് പഠിച്ചു, ഡയാറ്റം എന്താന്ന് പഠിച്ചു. ഡയാറ്റം ഏത് ഗ്രൂപ്പിലാ വരണേ?
ക്രൈസോഫൈറ്റ്സിലാണ് വരുന്നത്. ക്രൈസോഫൈറ്റ്സ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയില് ക്രൈസോഫൈറ്റ്സിലാണ് ഡയാറ്റം വരുന്നത്. കേട്ടോ, നമ്മൾ ചിലപ്പോൾ എല്ലാം പഠിക്കും, അതൊന്നും ആവില്ല നമ്മളോട് ചോദിക്കുക, വേറെ ആവും ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കുക. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം. കേട്ടോ, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ചോദ്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. ഈ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഇതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കില്ല. ഡയഗ്രാംസ് ഏത് വേണമെങ്കിലും ചോദിക്കാം, അത് ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നാലോ? ഓക്കെ ആണോ? ഏതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ? പ്ലാൻ കിങ്ഡം. ഓക്കെ, പ്ലാൻ കിങ്ഡത്തിലേക്ക് പോവാം. റെഡിയാണോ? യെസ്. അപ്പൊ ഇതേപോലെ തന്നെ മാക്സിമം സ്പീഡിൽ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങളുടെ ആൻസറുകൾ മനസ്സിലാക്കുക. എല്ലാത്തിനും ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. മനസ്സിൽ മാത്രം ഉണ്ടായ പോരാ, ആൻസർ ഷീറ്റിലും ഉണ്ടാവണം കേട്ടോ. ഇതിന്റെ വെയിറ്റേജ് 3 കേട്ടോ. മാക്സിമം 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. മെയിൻ ആയിട്ട് ഇതിന്റെ കോർ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, അതായത് ന്യൂമെറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, അങ്ങനെയുള്ള കുറെ ടാക്സോണമികൾ നിങ്ങൾ ഈ തുടക്കത്തിൽ കാണും. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതേ അങ്ങനെയാണ്. അങ്ങനെയുള്ള കുറച്ച് ക്ലാസ്, അതിനാണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്ലാൻ കിങ്ഡമാ. പ്ലാന്റ്സിനെ പറ്റി മാത്രമേ നമ്മൾ ഇതിൽ പഠിക്കുന്നുള്ളൂ. പ്ലാന്റ്സിന്റെ കാറ്റഗറീസ് ഏതൊക്കെയാ? 5 പറഞ്ഞേ. പ്ലാന്റ്സിന്റെ 5 ഗ്രൂപ്പുകൾ ഏതൊക്കെയാ? 5 ആണോ ഉള്ളത്? അത് 6 ആണോ ഉള്ളത്? 5. ആരൊക്കെയാണ്? ആൽഗെ അല്ലേ? പിന്നെ ആരാ? ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, പിന്നെ ലാസ്റ്റത്തെ ആൻജിയോസ്പേംസ്. അതിനകത്ത് ആൻജിയോസ്പേം ഡിലീറ്റഡ് ആണ് കേട്ടോ. ജിംനോ വരെ നമുക്ക് പഠിക്കാനും. ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആകെ ടോട്ടൽ പഠിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ, 4 ആൾക്കാരെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ അവരുടെ സബ് ഡിവിഷൻസ് അറിയണം, അവരുടെ എക്സാമ്പിൾസ് അറിയണം, അവരുടെ യൂസസ് അറിയണം കേട്ടോ. അത്രയേ ഉള്ളൂ. എളുപ്പമാണ് ഈ ചാപ്റ്റർ. അപ്പൊ അത് ബോധത്തിലിരിക്കുക. ഈ 4 പഠിച്ചാൽ മതി. അതിനകത്ത് അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ആൽഗേനെ പറ്റിയിട്ടാ. ആൽഗേനെ പറ്റി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കണേ. ടീച്ചർ പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കി പറയുന്നതൊക്കെ തന്നെയാണോ അവിടെ ഉള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് പറയണം കേട്ടോ. അപ്പൊ ആൽഗയെ പറ്റി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആൽഗയുടെ ബോഡീനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ മക്കളെ? ആൽഗയുടെ ശരീരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? നേരത്തെ നമ്മൾ ഹൈഫേ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആൽഗയുടെ ബോഡീനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എന്താ വിളിക്കുക? ബോഡിന്ന് വിളിക്കൂ അല്ലെ? ആണോ? താലസ് എന്നാണ് വിളിക്കുക കേട്ടോ. താലസ് എന്നാണ് പറയാം. ഓക്കെ. അപ്പൊ ആൽഗയില് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ടേബിൾ ആണ്. ഞാനത് എപ്പോഴും പറയുന്നതാണ്. ആ ടേബിൾ ചോദിക്കുകയും ചെയ്യും. ടേബിൾ 3.1 കണ്ടോ? ആ ടേബിൾ അങ്ങ് പഠിച്ചു വെച്ച് വെക്കും. അതിന്നാണ് ചോദ്യം ഇടുക. ആൽഗയുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഇടുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് ടേബിൾ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആൽഗയുടെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആൽഗയുടെ 3 ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാ? ആൽഗയിൽ കാണുന്ന പിഗ്മെന്റിനനുസരിച്ചിട്ടാണ് 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ കളർ പിഗ്മെന്റ് ആണെങ്കിൽ ക്ലോറോഫൈസിയെ, റെഡ് കളർ പിഗ്മെന്റ് ആണെങ്കിൽ റോഡോഫൈസിയെ, ബ്രൗൺ കളർ പിഗ്മെന്റ് ആണെങ്കിൽ ഫിയോഫൈസിയെ. 3 ഉള്ളൂ ആകെ. 3. ആ 3 എന്തൊക്കെയാണ് അവർ കഴിക്കുന്ന? റിസർവ്ഡ് ഫുഡ് മെറ്റീരിയല്, മാനിറ്റോള്, ലാമിനാറി എന്നൊക്കെ പറഞ്ഞ അവിടെ കാണാം. അത് ഏതൊക്കെയാണ്? പിന്നെ എന്താണ് അവരുടെ എക്സാമ്പിൾസ്? ഇത്രയുമാണ് ആ ടേബിളിനകത്തുള്ള. ടേബിൾ പഠിക്കാം. പിന്നെ അവിടെ പഠിക്കേണ്ടത് ആൽഗയുടെ യൂസസ്. ആൽഗയുടെ യൂസസ് ഇഷ്ടം പോലെ ഉണ്ട്. ആൽഗയുടെ യൂസസ് എന്തൊക്കെയാ? നിങ്ങൾ ആ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും പോയിട്ട് റോഡോഫൈസയുടെ പാരഗ്രാഫ്, ക്ലോറോഫൈസയുടെ പാരഗ്രാഫ് പഠിക്കണ്ട. ആ ടേബിൾ പഠിച്ച് അവസാനിപ്പിച്ചാൽ മതി. പിന്നെ പഠിക്കേണ്ട ആൽഗയുടെ യൂസസാ. ആൽഗയുടെ യൂസസിലാണ് നമ്മൾ അഗർ മീഡിയം പഠിച്ചത്. ക്ലോറല്ല എന്ന് പറയുന്നത് ഒരു ആൽഗയാണ്. നമ്മുടെ സ്പേസിലേക്കൊക്കെ പോകുന്ന ആളുകൾ കഴിക്കുന്ന ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനം ക്ലോറല്ല. ഐസ്ക്രീംസ് ഉണ്ടാക്കാൻ, ജെല്ലീസ് ഉണ്ടാക്കാനൊക്കെ അഗർ യൂസ് ചെയ്യുന്നു അല്ലെ? അതൊക്കെ നമ്മളവിടെ കണ്ടു. അതുപോലെ ജെലീഡിയം, ഗ്രാസിലേറിയ തുടങ്ങിയ ആൽഗേസ് എന്നാണ് നമ്മൾ അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ആൽഗയുടെ യൂസസിൽ പഠിച്ചിട്ടുണ്ട്. ആൽഗയുടെ യൂസസ് പഠിക്കാം. അത്രയേ ഉള്ളൂ ആൽഗ. വേറെ ഒന്നുമില്ല അവിടെ. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. അതൊന്നേ ക്വസ്റ്റ്യൻസ് ഇടുള്ളൂ. ഷുവർ ആണ്. ഇനി ബ്രയോഫൈറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രയോഫൈറ്റ്സിൽ എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ബ്രയോഫൈറ്റ്സിൽ 2. ലിവർവോർട്സ്, മോസസ് അല്ലെ? 2 ഉള്ളൂ സന. ബ്രയോഫൈറ്റ്സിൽ വരുന്നത് 2 ലിവർവോർട്സും മോസസും. അതിനകത്ത് ലിവർവോർട്സിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയല്ല ആദ്യം ബ്രയോഫൈറ്റയിൽ പറയാം. ബ്രയോഫൈറ്റയിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുക. ബ്രയോഫൈറ്റിൽ ചോദിക്കുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ
ഇക്കോളജിക്കൽ സക്സേഷൻ എന്ന് പറയുന്ന കാര്യം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബ്രയോഫൈറ്റ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇക്കോളജിക്കൽ സക്സേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പഠിക്കാതെ പോകരുത്. എന്താണ് ഇക്കോളജിക്കൽ സക്സേഷൻ? എന്താണ് ഇക്കോളജിക്കൽ സക്സേഷൻ എന്ന് പറഞ്ഞാ എന്താണ്? എന്താണ് ഷാഹിദ, ആൾക്കാരെ പേടിപ്പിക്കിരിക്കുകയാണോ നീ? സ്കിൻ കെയർ ആണോ? എന്തൊക്കെ അരച്ച് മുഖത്തിട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, എന്താണ് ഇക്കോളജിക്കൽ സക്സേഷൻ? അതായത് ബ്രയോഫൈറ്റുകളുടെ പ്രത്യേകത, അവർക്ക് റൂട്ട് ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെയൊക്കെ സാധാരണ മരങ്ങളിൽ കാണുന്ന പോലത്തെ റൂട്ട്സ് അവർക്കില്ല. അവർക്കുള്ളത് റൈസോയിഡുകളാണ്. റൈസോയിഡ്സ് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, റൂട്ട് പോലത്തെ സ്ട്രക്ചറാണ് റൈസോയിഡ്. അപ്പൊ അവർ ഈ റൈസോയിഡ് യൂസ് ചെയ്ത് പാറയുടെ പുറത്തൊക്കെയാണ് മെയിൻ ആയിട്ട് അവർ റോക്കിന്റെ സർഫസിലാണ് അവർ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവര് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബ്രയോഫൈറ്റുകള് ചില പ്രത്യേക ആസിഡുകളെ റിലീസ് ചെയ്യുന്നു. ഇതാണ് അവിടെ മെയിൻ നടക്കുന്ന പരിപാടി. ഇതാണ് ഈ ബ്രയോഫൈറ്റുകൾ ചില പ്രത്യേക ആസിഡുകൾ, ഭയങ്കര പവർഫുൾ ആസിഡുകളെ റിലീസ് ചെയ്യും. അപ്പൊ ഈ പാറയുടെ പുറത്ത് ഈ ആസിഡ് വീണ് 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 പാറ ഡീഗ്രേഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പാറ പൊടിഞ്ഞ് മണ്ണായിട്ട് മാറും. ആ മണ്ണിന്റെ പ്രത്യേകത എന്താ? അത് ഹൈലി ഫെർട്ടൈൽ സോയിലാണ്. ഭയങ്കര ഫലഭൂയിഷ്ടമായ മണ്ണാണ് അങ്ങനെ ഉണ്ടാവുന്ന മണ്ണ്. മണ്ണിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹയർ പ്ലാന്റുകളൊക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഹയർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കസ്, പൈനസ്, ആൻജിയോസ്പോം പ്ലാന്റ്സുകൾ, അങ്ങനെയുള്ള വലിയ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഫെർട്ടൈൽ സോയിലിലാണ് വളർന്നു വന്നത് എന്ന് പറയുന്നു. ഇതാണ് ഇക്കോളജിക്കൽ സക്സേഷൻ. ഇതിപ്പോ ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ കാര്യമല്ല കേട്ടോ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ കഴിഞ്ഞ കാര്യമാണ്. ഇത് ബ്രയോഫൈറ്റ്സുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്കിപ്പോ കണ്ണിൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് അവര് ഈ ആസിഡ് വീഴ്ത്തി പാറ പൊടിപ്പിക്കുന്ന പ്രതിഭാസം നമുക്കത് വളരെ സ്ലോ പ്രോസസ്സാണ്. വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. സോ ഇക്കോളജിക്കൽ സക്സേഷൻ പഠിക്കണം, മറക്കരുത് കേട്ടോ. പിന്നെ പഠിക്കേണ്ടത് ബ്രയോഫൈറ്റിന്റെ യൂസസ് എന്തൊക്കെയാണ്. ബ്രയോഫൈറ്റിന്റെ യൂസസ് എന്താ? അവിടെയാണ് നമ്മൾ പഠിച്ചത് സ്വാഗനം, പീറ്റുമോസ്, ഓർമ്മയുണ്ടോ? അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. സ്വാഗനം, പീറ്റുമോസ്, അതൊക്കെ അവിടെയാണ് വരുന്നത്. നോട്ട് ഡൗൺ ചെയ്തേക്കാം. ദെൻ ടെറിഡോഫൈറ്റ്, പിന്നെ നമ്മുടെ ലിവർ ബോട്ട്സും മോസസും രണ്ട് ക്ലാസിഫിക്കേഷൻ. ദെൻ ടെറിഡോഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എപ്പോഴും ചോദിക്കുന്നതാണ് പ്രോതാലസ്, അതേപോലെ തന്നെ ഹെറ്ററോസ്പോറസ് ആൻഡ് സീഡ് ഹാബിറ്റ്. ഈ മൂന്ന് കാര്യങ്ങളെ ടെറിഡോഫൈറ്റിൽ ചോദിക്കുള്ളൂ. പിന്നെ ചോദിക്കാറുള്ളത് അതിന്റെ എക്സാമ്പിൾസാ. സാൽവീനിയ, ഫ്യുണേറിയ, സെലാജിനല്ല, അതൊക്കെയാണ് അവിടെ ചോദിക്കാറുള്ള പ്ലാന്റ്സ് എക്സാമ്പിൾസ്. പിന്നെ അവസാനത്തെ നമ്മുടെ ജിംനോസ്പോം. ജിംനോസ്പോമിന്റെ പ്രത്യേകത എന്താ? എന്താണ് ജിംനോസ്പോമിന്റെ പ്രത്യേകത? അവർക്ക് ഫ്രൂട്ട് ഉണ്ടോ? ജിംനോസ്പോമിന് ഉണ്ടോ? ഇല്ല, അവർക്ക് സീഡ് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട് ഇല്ല. നോ ഫ്രൂട്ട് കേട്ടോ, ഫ്രൂട്ട് ഇല്ല, സീഡ് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ സൈക്കസ്, പൈനസ്. പിന്നെ നമ്മളൊരു ലിവിങ് ഫോസിലായിട്ട് കൺസിഡർ ചെയ്യുന്ന ജിങ്കോ ബൈലോബ, ചൈനയിൽ മാത്രമേ അതുള്ളൂ. ജിങ്കോ ബൈലോബ എന്ന് പറയുന്ന ഒരു വലിയ മരം, അത് നമ്മുടെ ജിംനോസ്പോംസിൽ വരുന്ന ഒരു മരമാണ്. അതിപ്പോ ചൈനയിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു മരമാണെന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോഴും നാശം സംഭവിക്കാതെ ജീവനോടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ഈ ചാപ്റ്റർ മൊത്തം വായിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. സമയം കളയണ്ട, പറഞ്ഞ ഭാഗങ്ങൾ പഠിക്കാം. നോക്കൂ, ഇനി വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കിക്കേ, ചൂസ് ദി കറക്റ്റ് ആൻസർ. ദ ഫോട്ടോസിന്തറ്റിക് ടാലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ഈസ് കോൾഡ്. ഇത് എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് എക്സാം ഇടുന്നവർക്കേ അറിയില്ല. അത്രയും തവണ ചോദിച്ച ചോദ്യം. ഇതൊന്നും പഠിക്കാതെ പോവരുത് നിങ്ങൾ. ഷുവർ ക്വസ്റ്റ്യൻസ് അതൊക്കെ കണ്ടുപിടിച്ചേ. ഞാനിവിടെ കാണിക്കുന്ന ആകെ കൂടി 10ഓ 15ഓ ചോദ്യങ്ങളാണ് ഞാൻ ഓരോ ചാപ്റ്ററിനും കാണിക്കുന്നത്. ആ 15 ചോദ്യമാണെങ്കിൽ 15 എണ്ണം നിങ്ങൾ പഠിക്കാതെ പോവരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജെമ്മാണോ, പ്രോതാലസ് ആണോ, പ്രോട്ടോണിമയാണോ, ക്യാപ്സ്യൂൾ ആണോ, എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ടെറിഡോഫൈറ്റിന്റെ ഗാമിറ്റോഫൈറ്റ് ബോഡീനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ടെറിഡോഫൈറ്റിന് 2 ജീവിതമുണ്ട്, 2 ലൈഫ് സൈക്കിൾ ആണ് ടെറിഡോഫൈറ്റിനുള്ളത്. ഒരു ഗ്യാമേറ്റ്സുകൾ തമ്മിൽ ഗ്യാമറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിൾ ഉണ്ട്, സ്പോറുകൾ ഉപയോഗിക്കുന്ന സ്പോറോഫൈറ്റിക് ലൈഫ് സൈക്കിൾ ഉണ്ട്. 2 ലൈഫ് സൈക്കിൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിനകത്ത് ഗാമിറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിളിൽ വരുന്ന കാര്യമാണ് ഇവിടെ ചോദിച്ചത്. ഏതാ വരിക? പ്രോതാലസ് കേട്ടോ. അപ്പൊ ടെറിഡോഫൈറ്റിന്റെ ഗാമിറ്റോഫൈറ്റിക് ബോഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഗാമിറ്റോഫൈറ്റിക് ആയിട്ടുള്ള ടെറിഡോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോതാലസ്. മറന്നു പോവരുത് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ, ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്.
ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്താലും മതി, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്തോളൂ, പക്ഷെ വിട്ടു പോകരുത്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രോത്താലസ്. പ്രോത്താലസ്. നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞ ടേബിള്. ഈ ടേബിളിനെ ക്വസ്റ്റ്യൻസ് ഇടുള്ളൂ. ഓക്കെ, ഗ്രീൻ ആൽഗ ആണ് അവരുടെ കോമൺ നെയിം, ഗ്രീൻ ആൽഗ. അപ്പൊ അവരുടെ ഏത് ക്ലാസ്സിലാണ് അവർ വരുന്നത്? ഗ്രീൻ ആൽഗ എന്ന് പറയുമ്പോൾ അവിടുത്തെ പിഗ്മെന്റ് ക്ലോറോഫിൽ ആയിരിക്കും. അവിടുത്തെ പിഗ്മെന്റ് ക്ലോറോഫൈസിയെ, അത് തന്നെ. പച്ചക്കളർ ആണെങ്കിൽ അവിടെ ക്ലോറോഫിൽ ഉണ്ട്. അപ്പൊ ഏതാണ് ആ ഗ്രൂപ്പിന്റെ പേര്? നമ്മൾ എന്താ ഇടുന്നത്? ക്ലാസ് ഏതാ? ക്ലോറോഫൈസിയെ. അവരുടെ സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച് ആണ്. അതാണ് ആ ടേബിൾ പഠിക്കാൻ ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് അതിനെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇനി റെഡ് ആൽഗ എന്ന് പറയുമ്പോൾ റോഡോഫൈസിയെ, ബ്രൗൺ ആൽഗ എന്ന് പറഞ്ഞാൽ ഫിയോഫൈസിയെ. ആ മൂന്നെണ്ണത്തിൽ ഏത് വേണേലും ചോദിക്കാം കേട്ടോ. അവിടുത്തെ ഫുഡ് എന്താ? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് അല്ലെ? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് അവിടുത്തെ സ്റ്റോർഡ് ഫുഡ്. അതായത് അവർക്ക് വേണ്ടി തന്നെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ് ചോദിക്കുന്നത്. ഇത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. വൈഗാബിനു കേൾക്കുന്നില്ല, ആള് വലിയ പ്രഭാഷണത്തിലവിടെ. വൈഗാബിനു എന്താണ് അവിടെ? സംവാദാണോ? അത് കഴിയട്ടെ, ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കി കേട്ടോ. സമാധാനത്തിലിരിക്കും അവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് പ്ലാൻ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? ഏതാ മക്കളെ? അതിനാദ്യം ആംഫീബിയൻസ് എന്താന്ന് അറിയണം. അതൊക്കെ നിങ്ങൾക്ക് അറിയണം അല്ലെ? ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കരയിലും കടലിലും ജീവിക്കുന്നവർ. ലാൻഡിലും വാട്ടറിലും ജീവിച്ചാൽ മാത്രമേ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഓർഗാനിസങ്ങളെയാണ് നമ്മുടെ തവള അല്ലെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്ലാന്റ്സിലും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് ഏതാണ് ചോദ്യം? ആരാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? ഫാത്തിമ. ഹാദിയ എവിടെ പോയി? ഹാദിയ. ആരാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? ബ്രയോഫൈറ്റുകൾ അവരാണ് കേട്ടോ. കാരണം അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവർക്ക് ആദ്യം വാട്ടറിൽ ജീവിക്കണം, അത് കഴിഞ്ഞിട്ട് ലാൻഡിൽ മണ്ണിൽ ജീവിക്കണം. രണ്ടും ചെയ്താലാണ് അവർക്ക് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവർ ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആംഫീബിയൻസ്. ഓക്കെ, നോക്കൂ. ഓർഗാനിസം. ഒബ്സർവ് ദി ഫിഗർ ഗിവൺ ബിലോ. ഇറ്റ് ഷോസ് 2 phases in the life cycle of Funaria. തന്നിരിക്കുന്നത് ഫിനോറിയ ആണ്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫേസ് മാർക്ക്ഡ് ആസ് എ. എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏത് ലൈഫ് സൈക്കിൾ ആണ്? ഇപ്പൊ 2 ലൈഫ് സൈക്കിൾ ഉണ്ടെന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിൽ ഒന്ന് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ഒന്ന് സ്പോറോഫൈറ്റ് ആണ്. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് സ്പോറോഫൈറ്റ് ആണോ അതോ ഗ്യാമിറ്റോഫൈറ്റ് ആണോ എന്നാണ് ചോദ്യം. ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഗ്യാമിറ്റോഫൈറ്റ് ലൈഫ് സൈക്കിൾ, ഗ്യാമിറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്താ എന്റെ അർത്ഥം? എന്താ അർത്ഥം? ഗ്യാമിറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിൾ. കുറെ നേരമായല്ലോ ഞാനും പറയുന്നു, കുറെ നേരമായി ഗ്യാമിറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിൾ എന്ന് പറയണം. ഗ്യാമേറ്റുകൾ ഉണ്ടാക്കുന്നു. പ്രൊഡ്യൂസ് ഗ്യാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ഗ്യാമേറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റ്. ഹ്യൂമൻ ബോഡി, നമ്മുടെ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻസിന്റെ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മെയിൽ ഗ്യാമേറ്റിന് എന്താ നമ്മൾ പറയാ? സ്പേം എന്ന് പറയും. ഫീമെയിൽ ഗ്യാമേറ്റിന് ഓവം അല്ലെങ്കിൽ എഗ് എന്ന് പറയും അല്ലെ? അതാണ് ഗ്യാമേറ്റുകൾ. അപ്പൊ അങ്ങനെയുള്ള ഗ്യാമേറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഗ്യാമറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിൾ എന്ന് പറയണം. ഇനി അതിന് പകരം അവര് സ്പോറോഫൈറ്റിക് ആണെന്ന് പറയുന്നു. സ്പോറോഫൈറ്റിക് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പ്രൊഡ്യൂസ് സ്പോർസ്. അവയെ സ്പോറുകളെയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഗ്യാമേറ്റുകളെ അല്ല ഉണ്ടാക്കുന്നത്, ജസ്റ്റ് സ്പോർ. ഈ സ്പോറോഫൈറ്റിക് എന്ന് പറയുന്നത് ഒരു സെക്ഷൽ മെത്തേഡ് ആണ്. ഗ്യാമേറ്റുകളെ ഉണ്ടാക്കുന്നത് സെക്ഷൽ മെത്തേഡ് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ആർക്കെങ്കിലും അറിയുന്നില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോകാം. അപ്പൊ ഈ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് ഇതിന്റെ വ്യത്യാസം അറിയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എന്താ തമ്മിൽ വ്യത്യാസം എന്ന് അറിയണ്ടേ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നേ. എ എന്ന് പറഞ്ഞത് ഏതാണ്? ഗ്യാമിറ്റോഫൈറ്റിക് ആണോ സ്പോറോഫൈറ്റിക് ആണോ? സ്പോറോഫൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങളത് സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ മക്കളെ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഈ ക്യാപ്സ്യൂളിനകത്താണ് സ്പോറുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി സ്പോറോഫൈറ്റിക് ലൈഫ് സൈക്കിൾ നയിക്കുന്ന ഭാഗമാണ്. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. യെസ്, സ്പോറോഫൈറ്റ്. അടുത്ത് നോക്കൂ.
ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് പെയർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അലാജിൻ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയാണെങ്കിൽ കരാജീൻ എന്ന് പറയുന്നത് ഏത് ആൽഗയാണ്? റെഡ് ആൽഗ, റോഡോഫൈസി ആണ് അവിടെ വരുന്നത് കേട്ടോ. അടുത്ത നോക്കൂ. മോസ്റ്റ് ടെറിഡോഫൈറ്റ്സ് ആർ ഹോമോസ്പോറസ് ബട്ട് there are exception. Identify two heterosporous genera. അതിനകത്ത് തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹെറ്ററോസ്പോറി ഈസ് എ പ്രിക്കോഴ്സർ ടു സീഡ് ഹാബിറ്റ്. പോയിന്റ് ഔട്ട് എനി വൺ കോമൺ ക്യാരക്ടർ ഫൗണ്ട് ഇൻ ഹെറ്ററോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ്. അതിനാദ്യം തന്നെ എന്താണ് ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ എന്ന് അറിയണം. ഒരു പ്ലാൻ ഗ്രൂപ്പിന് ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? ആദ്യ പറഞ്ഞേ. ഹെറ്ററോസ്പോറസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താ? പറഞ്ഞോ. അത് പറയാനാണോ ഇരുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുപിടിച്ചേ. ഇതൊക്കെ എത്ര നാളായിട്ട് പഠിക്കുന്നതാ ഹെറ്ററോസ്പോറസ് എന്ന് ആദ്യമായിട്ടാണോ കേൾക്കണേ നിങ്ങള്? വേഗം ആൻസർ കണ്ടുപിടിച്ചേ. അത് ശരി, എല്ലാ ആൻസറും ഞാൻ പറയുന്നോണ്ട് മിണ്ടാതിരിക്കാണ് അവിടെ. എന്താണ് ഹെറ്ററോസ്പോറസ്? യെസ്, സെൽവകുമാർ. യെസ്, വൈഗ, അശ്വിത. എന്താണ് ഹെറ്ററോസ്പോറസ്? കണ്ടുപിടിക്കും, വേഗം കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അറിയില്ല എന്ന് പറഞ്ഞിരിക്കുക അവിടെ. കണ്ടോ സെറ ആൻഡ് സന? കണ്ടുപിടിച്ചോ ഹെറ്ററോസ്പോറസ് എന്താന്നുള്ളത്? ഹെട്രോ എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താ? ഹെട്രോ. ഹോമോ എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താ? ഹോമോ. ഹോമോ, HOMO, ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ. അപ്പൊ ഹെട്രോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറെന്റ്. അപ്പൊ ഇവിടെ ഹെറ്ററോസ്പോറസ് എന്നാണ് പറയുന്നത്. അതായത് രണ്ട് ഡിഫറെന്റ് രീതിയിലുള്ള രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പോറുകളാണ് ഫോം ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് ഡിഫറെന്റ് സ്പോറുകൾ? ഏതൊക്കെയാണ്? മാക്രോസ്പോറുകളും മൈക്രോസ്പോറുകളും. കിട്ടിയ ആദ്യക്ക് ഏതാണ് ഹെറ്ററോസ്പോറസ് എന്നുള്ളത്? 2 ടൈപ്പ് സ്പോറുകളെ അവർ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് ഹെറ്ററോസ്പോറസ് എന്ന് പറയണേ. ഒരെണ്ണം മാക്രോയും ഒരെണ്ണം മൈക്രോയും, ഒരെണ്ണം മെയിലും ഒരെണ്ണം ഫീമെയിലും, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. അതൊക്കെയാണ് വ്യത്യാസം. മാക്രോ എന്ന് പറയാം, അല്ലെങ്കിൽ മെഗാ എന്ന് പറയാം. അശ്വിത, രണ്ടും ശരിയാണ്. ഏതെങ്കിലും യൂസ് ചെയ്യാം. രണ്ടിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സലാജിനെല്ല ആൻഡ് സാൽവീനിയാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കും. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് സീഡ് ഹാബിറ്റ്. ഹെറ്ററോസ്പോറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? ദ ഡെവലപ്മെന്റ് ഓഫ് ദി സൈഗോട്ട് ഇൻ ടു യങ് എംബ്രിയോസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. അതായത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ അകത്താണ് എംബ്രിയോ ഇരിക്കുന്നത്. ആദ്യം സൈഗോട്ട് ഉണ്ടായത് എംബ്രിയോ ആയി മാറി. ഇതിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് ഫീമെയിൽസിന്റെ ബോഡിയിലാണ്, നമുക്കതറിയാം. The female gametophyte in these plants are retained on the parent sporophyte for variable period. അതായത് ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് നമ്മൾ പഠിച്ചു ഓൾറെഡി. ടെറിഡോഫൈറ്റിന്റെ 2 ലൈഫ് സൈക്കിൾ ഉണ്ടെന്ന് പഠിച്ചു. ഗാമിറ്റോഫൈറ്റ് കഴിഞ്ഞിട്ടാണ് സ്പോറോഫൈറ്റ് തുടങ്ങേണ്ടത്. ഈ കണ്ടീഷൻ എന്താണ്? സ്പോറോഫൈറ്റ് തുടങ്ങിയിട്ടും ആ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അങ്ങനെ തന്നെ അതിന്റെ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യാം, പോകാതെ അവിടെ തന്നെ ഇരിക്കാം. അതൊരു സ്പെഷ്യൽ കണ്ടീഷനാണ്. അതിനാണ് നമ്മൾ ഈ പറയുന്ന സീഡ് ഹാബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഓർഗാനിസം ഏതാ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് ഇതിന്റെയൊക്കെ ഡയഗ്രാംസ്. ഇത് ഏതാ ഓർഗാനിസം? ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യുക. ഇതിൽ കാണുന്ന സെക്ഷൽ ബഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. സെക്ഷൽ ബഡ് ഏതാ? ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞേ. ഈ പ്ലാന്റിനെ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഈ ബ്രയോഫൈറ്റിന്റെയും ടെറിഡോഫൈറ്റിന്റെ ഒക്കെ ലെഫ്റ്റ് സൈഡ് നോക്കുക പേജ്. അവിടെ കുറെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ കുറെ ഇമേജസ് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സിന്റെ. അതിലുണ്ട് ഈ ഫോട്ടോ. കണ്ടുപിടിച്ചോ? യെസ്, ഭാനുമതി. ഏതാണ് ഈ പ്ലാന്റ്?
പ്ലാന്റ് കണ്ടുപിടിച്ചാൽ മാത്രം പോലെ 2 ചോദ്യം ഉണ്ട് കേട്ടോ അതില്. പ്ലാന്റ് കണ്ടുപിടിക്കണം, അതിലെ അസെക്ഷൽ ബഡിന്റെ പേരും എഴുതണം. 2 കാര്യങ്ങളുണ്ട്. യെസ്, കിട്ടിയോ ഷാഹിദേ? നോക്കൂ, ഇവിടെ നോക്കിയിരിക്കേണ്ട, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലേ കിട്ടുള്ളൂ. ഏതാണ് ഒരു ഓർഗാനിസം? പ്ലാന്റിന്റെ പേരെന്താണ്? മാർക്കാൻഷ്യ. കണ്ടോ അങ്ങനെ ഒരു പ്ലാന്റിനെ? അവിടെ കാണുന്ന സെക്ഷൽ ബഡിന്റെ പേരെന്താ? ജെമ്മെ. ജെമ്മെ കപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ നമുക്ക് അവിടെ കാണാം. ആ ജെമ്മെ കപ്പിനകത്താണ് ജെമ്മെ ഇരിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സഹായിക്കുന്നത്. ജെമ്മെ. ജെമ്മെ കപ്പും ജെമ്മയും ഒക്കെ റിപ്പീറ്റഡ് ആണ്. ഇനി ഒരെണ്ണം മാച്ച് ദ ഫോളോയിങ് നോക്കിക്കേ. പ്രോതാലസ് എന്ന് പറയുന്നുണ്ട്, പ്രോട്ടോണിമ എന്ന് പറയുന്നുണ്ട്, ആന്ത്രീഡിയം ഉണ്ട്, ജെമ്മയുണ്ട്. അതുമായിട്ട് കണക്ഷൻ ഉള്ളവരെ കോളം ബിയിലും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേഗം വർക്ക്ഔട്ട് ചെയ്തേ. ടേബിൾ ഒന്നും വരയ്ക്കണ്ട. എയില് 1 ആണോ 2 ആണോ 3 ആണോ ബിയില് ഏതാണെന്ന് എഴുതിയാൽ മതി. ടേബിൾ വരച്ച് നിങ്ങളുടെ സമയം കളയണ്ട. വേഗം ഒന്ന് ഫില്ല് ചെയ്തേ നോക്കട്ടെ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ടീച്ചർ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോർഫോളജിയിലേക്ക് കിടക്കാം. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം നമുക്ക്. ബ്രേക്ക് വേണോ? വേണമെങ്കിൽ മതി, എന്തില്ല. വർക്കൗട്ട് ചെയ്തോ? യെസ്, കഴിഞ്ഞോ ഏഞ്ചൽ മരിയ? ആണോ വിഷ്ണു? തരാം. ഓക്കെ, നമുക്ക് നോക്കാം മാച്ച് ദ ഫോളോയിങ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്നത് എളുപ്പമാണ് എക്സാം ഇടുന്നവരെ സംബന്ധിച്ച്. കാരണം എന്താ, കുറേ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അതിൽ ഒറ്റ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതിന് മൊത്തത്തിൽ 3 മാർക്ക് ഇട്ടാലും നഷ്ടമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റിപ്പോയാൽ 3 മാർക്കും പോകുന്നു മാത്രം. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യാം. പ്രോതാലസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. പ്രോതാലസ് എന്ന് പറഞ്ഞാൽ ടെറിഡോഫൈറ്റിൽ വരുന്നതാണ്. ടെറിഡോഫൈറ്റിന്റെ ഗാമിറ്റോഫൈറ്റിക് ബോഡീനെ പറയുന്നതാണ് പ്രോതാലസ്. പ്രോട്ടോണിമ എന്ന് വെച്ചാൽ ബ്രയോഫൈറ്റിൽ വരുന്നതാണ്. ബ്രയോഫൈറ്റിൽ നമ്മൾ മോസസ് പഠിക്കുമ്പോൾ മോസസിന് 2 ലൈഫ് സൈക്കിളാണ്, 2 ലൈഫ് സ്റ്റേജസ് ഉള്ളത്. പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും, അതാണ് അവിടെ വരുന്നത്. ആന്ത്രീഡിയം എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗൻസിനെ പറയുന്നത്. ആന്ത്രീഡിയം മെയിൽ സെക്സ് ഓർഗൻസ് ആണെങ്കിൽ ആർക്കിഗോണിയം എന്താ? ഫീമെയിൽ സെക്സ് ഓർഗൻ കേട്ടോ. അതിവിടെ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആന്ത്രീഡിയം മെയിൽ ആണെങ്കിൽ ആർക്കിഗോണിയം ആണ് ഫീമെയിൽ. ജെമ്മെ കപ്പ് നമ്മൾ പറഞ്ഞു ലിവർ ബോർഡ്സിൽ കാണുന്ന അസെക്ഷൽ ബഡ് ആണ്. നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഈ സാധനം അവിടെ കൊടുത്തിരിക്കണേ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കറക്റ്റ് ആയിട്ടുള്ളതിന് മാത്രം കണക്ട് ചെയ്യുക, ബാക്കിയുള്ളത് അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ ഒന്നുമായിട്ടും അതിനെ ബന്ധിപ്പിക്കണമെന്നില്ല. ഇനി അടുത്തത്, ആൽഗെ ആർ യൂസ്ഫുൾ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽഗയുടെ യൂസസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും 4 യൂസസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കണേ. ഇഷ്ടം പോലെ യൂസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത്. എന്തൊക്കെ പറയാം? ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത് ആരാ? ആൽഗേസ് ആണ്. അതായത് 70 to 80% അല്ലാതെ നമ്മൾ സാധാരണ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളൊന്നും അല്ല. 70 മുതൽ 80% വരെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നമ്മുടെ ഭൂമിയിൽ നടത്തുന്നത് ആൽഗേസ് ആണ്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു യൂസ്, ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അതാണ്. പിന്നെ ഒരുപാട് മറൈൻ ആൽഗെ ഫുഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യണ, ബട്ട് ക്രെഡിറ്റ് ട്രീസ് കൊണ്ടുപോകുക അത് തന്നെ. പക്ഷെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മൊത്തം മരങ്ങളും കാര്യങ്ങളും. പക്ഷെ ആൽഗേസ് ആണ് ഏറ്റവും കൂടുതൽ CO2 ഫിക്സേഷൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മറൈൻ ആൽഗകൾ ഉണ്ട് ഫുഡായിട്ട് പല സ്ഥലങ്ങളിലും അല്ലെ. ചൈനക്കാരൊക്കെ ആൽഗേസ് ഒക്കെ കഴിക്കുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? സീവീഡ് ഒക്കെ അവർ കഴിക്കും. അപ്പൊ അതൊക്കെ അവര് മറൈൻ യൂസസ് ആൽഗേസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഹൈഡ്രോകൊളൈഡ്സ്. ഹൈഡ്രോകൊളൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സബ്സ്റ്റന്റ് ആണ് ഹൈഡ്രോകൊളൈഡ്. അലാജിൻ, കലാജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അഗർ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ആണ്. അഗർ എന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മീഡിയം വേണം, അവിടെ നമ്മൾ അഗർ യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അതുപോലെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജെലീഡിയം ഗ്രാസിലേറിയ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ അഗറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഐസ്ക്രീമുകളില്, ജെല്ലീസില് ഈ അഗർ ശരിക്കും ഒരു ജെല്ലി പോലെയാണ് കാണാനിരിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോറല്ല. സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ ലിമിറ്റഡ് ഫുഡേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അവരെ കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ ക്ലോറല്ല എന്ന് പറഞ്ഞ ആൽഗെ. കാരണം ആ ക്ലോറല്ലയുടെ അകത്ത് കുറേ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ ഒരൊറ്റ ഒരു ആൽഗെ കഴിച്ചാൽ തന്നെ അവർക്ക് അവരുടെ ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ മീറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവരത് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ സപ്ലിമെന്റ് ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ കുറെ യൂസസ് പറഞ്ഞു. ഇതിൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഓക്കെ. അപ്പൊ ഇത് ഏതെങ്കിലും 4 യൂസസുകൾ നോക്കുക. പഠിക്കുക 4 കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. അപ്പൊ യൂസസ് പഠിക്കാൻ മറക്കരുത്. ഏതെങ്കിലും 4 ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും 4. ഇനി നോക്കൂ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ആൻഡ് നാച്ചുറൽ സിസ്റ്റം ആർ 2 സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഹൂ ആർ ദ പ്രൊപ്പണൻസ് ഓഫ് ദിസ് സിസ്റ്റം? ആരൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചത്? ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ബ്രേക്ക് തരാം. ഞാൻ പറഞ്ഞില്ല ഈ ചാപ്റ്റർ ഇപ്പൊ തീരും. അത് കഴിഞ്ഞാൽ ബ്രേക്കാ. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്യല്ല, നിങ്ങൾ ക്യാമറ ഒക്കെ അവിടെ വെച്ച് പോയിക്കോളൂ കേട്ടോ. വേറെ ആരും കാണുന്നില്ല. ക്യാമറ അവിടെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരിക. ഇതും കൂടെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ബ്രേക്കിലേക്ക് പോകാം. നോക്കൂ, തുടക്കത്തിലാണ്. സ്റ്റാർട്ടിംഗ് ഭാഗം റെഫർ ചെയ്താൽ മതി. അവിടെ നിന്നാണ് ഉത്തരം കിട്ടുക. നോക്കാം. കാൾ ലീനിയസ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം കണ്ടുപിടിച്ചത് കാൾ ലീനിയസ് ആണ്. നാച്ചുറൽ സിസ്റ്റം കണ്ടുപിടിച്ചത് ജോർജ് ബെന്താം ആൻഡ് ജോസഫ് ഡാൾട്ടൺ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകളാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് കേട്ടോ. ഇല്ലാത്തതല്ല, ഉള്ളത് തന്നെയാണ്. ഇനി എന്താണ് അവരുടെ ഒരു ക്രൈറ്റീരിയാസ്? എന്താണ്? ബേസ്ഡ് ഓൺ ദി നാച്ചുറൽ എഫിനിറ്റീസ് ഓർഗാനിസത്തിന്റെ അവരുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് മാത്രമാണ് കാൾ ലിനിയസ് 2 കാറ്റഗറി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ കാറ്റഗറി കേട്ടാൽ തന്നെ അതറിയാം. അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അനിമാലിയ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമാലിയ. അതാണ് അദ്ദേഹത്തിന്റെ 2 കിങ്ഡംസ്. പ്ലാന്റുകളായ ലോകത്തുള്ള എല്ലാ പ്ലാന്റിനും കൂടെ പ്ലാന്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെടുത്തി, ലോകത്തുള്ള എല്ലാ അനിമൽസിനും കൂടെ അനിമാലിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെടുത്തി. അപ്പൊ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഫീച്ചേഴ്സ് അങ്ങനെയാണ്. മറ്റേത് എങ്ങനെയാ? നമ്മുടെ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്റ്റേണൽ ഫീച്ചേഴ്സും ഇന്റേണൽ ഫീച്ചേഴ്സും നോക്കിയിട്ടുണ്ട്. ലൈക്ക് അവരുടെ അൾട്രാ സ്ട്രക്ചേഴ്സ്, അനാട്ടമി, എംബ്രിയോളജി, ഫൈറ്റോ കെമിസ്ട്രി കുറെ കൂടി അവര് നോക്കിയിട്ടുണ്ട്. ജോർജ് ബെന്താമും ജോസഫ് ഡാൾട്ടണും. അപ്പൊ തുടക്കത്തിലാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. നോട്ട് ഡൗൺ ചെയ്തേക്കാം. പിന്നെ ബ്രയോഫൈറ്റിന് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്വാഗനം, പീറ്റുമോസ്, ഇക്കോളജിക്കൽ സക്സേഷൻസ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം കേട്ടോ. ഇനി ഞാൻ ചോദിക്കാത്ത വല്ലതും ഉണ്ടോ? ആൽഗൽ ബ്ലൂം എന്താ? റെഡ് ടൈഡ് എന്താ? ഞാൻ പറഞ്ഞു അത് ഓൾറെഡി. പിന്നെ ഈ ഫോട്ടോ എഗെയിൻ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇത് ഓർഗാനിസം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഫിനോറിയാണ്. ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ റൈസോയിഡുകൾ, സീറ്റ, ക്യാപ്സ്യൂൾ 3 ഭാഗം അടയാളപ്പെടുത്താൻ ചോദ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. നേക്കഡ് സീഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ജിംനോസ്പേം ആണ്. കാരണം അവർക്ക് സീഡ് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട് ഇല്ല. സീഡ് പുറത്തേക്ക് എക്സ്പോസ് ചെയ്തിട്ടാണ് കാണുന്നത്. സാധാരണ എങ്ങനെ സീഡ് കാണാം? സീഡിന്റെ പുറത്ത് ഒരു ഫ്രൂട്ട് ഉണ്ടാവും, അകത്താണ് സീഡ് ഇരിക്കുക. പക്ഷെ ജിംനോസ്പേമിന്റെ കേസിൽ അവർക്ക് ഫ്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് സീഡ് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് മാച്ച് ദ ഫോളോയിങ്ങുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് ആണ് കേട്ടോ. ഇപ്പൊ 50 ആയിട്ടുണ്ട്. 50 ആയിട്ടില്ലാവുന്നേ ഉള്ളൂ. അപ്പൊ 55-ന് എല്ലാവരും
ഉണ്ടായിരിക്കണം ക്ലാസ്സിൽ. 5 മിനിറ്റ്സ് ബ്രേക്ക്. അവിടെ തന്നെ ഇരിക്കാനല്ല പറഞ്ഞൊന്ന് റിഫ്രഷ്ഡ് ആയിട്ട് വരിക കേട്ടോ. എന്നിട്ട് നമുക്ക് മോർഫോളജിയിലേക്ക് കടക്കാം. ആണോ സെൽവകുമാറെ? എനിക്ക് അതിനൊരു ഓപ്ഷൻ ഇല്ല. ഞാനും തന്നേനടി. എനിക്ക് ഇവിടെ കിടന്ന് പറയാനല്ലേ പറ്റുള്ളൂ. ശരി, ബ്രേക്ക് എടുത്തിട്ട് വരൂ കേട്ടോ.
ഹലോ മക്കളെ, യെസ്, എല്ലാരും വേഗം വരൂ. ഓക്കെ, ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടി ഉള്ളൂ. അപ്പൊ ഒരു ഹാഫ് ആൻ അവറും കൂടെ ഒന്ന് പിടിച്ചിരുന്നോളൂ കേട്ടോ. നമ്മുടെ റിവിഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഒരു ദിവസം വെച്ചൊന്നും പോകാനുള്ള ദിവസങ്ങളോ സമയമോ നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു കേപ്പബിൾ ആയിട്ടിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടോ. ഫുഡ് കഴിക്കാം, ടോയ്ലറ്റിൽ പോവാം, മുഖം ഫ്രഷ് ചെയ്തൊക്കെ വരാം, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കാന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, ഇന്നത്തെ ലാസ്റ്റ് ചാപ്റ്റർ അതാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, എല്ലാ തവണയും ഞാൻ ക്രിസ്മസ് എക്സാമിന്റെ റിവിഷനും പറഞ്ഞിരുന്നു, മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കുറെ ടേംസുകളാണ്. വീനേഷൻ, ഏസ്റ്റിവേഷൻ, ഫിലോടാക്സി, ഇൻഫ്ലോറസെൻസ്, പ്ലാസന്റേഷൻ, അങ്ങനെ ഇഷ്ടംപോലെ ടേമുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഈ ടേംസുകൾ നിങ്ങൾക്ക് അറിയണം. എന്തിനെയാണ് ആ പറയുന്നതെന്നുള്ളതിന്റെ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. എന്നാൽ മാത്രമാണ് അതിന്റെ താഴെ വരുന്ന ഫർദർ അതിന്റെ ക്ലാസിഫിക്കേഷൻസോ അതിന്റെ എക്സാമ്പിൾസോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പ്ലാസന്റേഷൻ എന്താണെന്ന് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ആക്സിയൽ അല്ലെങ്കിൽ പരീറ്റൽ എന്നൊക്കെ കണ്ടാൽ അത് പ്ലാസന്റേഷന്റെ അകത്ത് വരുന്നതാണ് ഈ ആക്സിയലും പരീറ്റലും മാർജിനലും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ടേംസ് മര്യാദയ്ക്ക് പഠിക്കാം. സൈമോസും റെസിമോസും എന്ന് എഴുതി കണ്ടാൽ നിങ്ങൾക്ക് അറിയണം അത് ഇൻഫ്ലോറസെൻസിനെയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലായോ? അപ്പൊ ടേംസുകൾ കൃത്യമായിട്ട് പഠിക്കുക. അത് ഒരു ഫ്ലവർ ആണ്, അതിന്റെ ഫ്ലവറിന് കുറെ ടേംസ് ഉണ്ട്. കാരിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, സെപ്പല്, പെറ്റല്, തലാമസ്, പെഡിസില്, സ്റ്റോക്ക്, കുറെ ടേംസ് ഒരു ഫ്ലവറിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ടേമുകൾ കൃത്യമായി പഠിക്കാം. വീനേഷൻ, നമുക്ക് എത്ര ടൈപ്പ് വീനേഷൻ പഠിക്കാനുണ്ട് മക്കളെ? 2 ടൈപ്പ് വീനേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാ? പാരലൽ വീനേഷനും റെറ്റിക്കുലേറ്റ് വീനേഷനും. വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വീനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലീഫിൽ കാണുന്ന വെയിൻസിന്റെ അറേഞ്ച്മെന്റ് ആണ്. വെയിൻ, ഞരമ്പ്, നമുക്ക് ഞരമ്പുള്ള പോലെ പ്ലാന്റ്സിനും വെയിൻസ് ഉണ്ട്. അപ്പൊ വെയിൻസിന്റെയും വെയിൻലെറ്റ്സിന്റെയും അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ വീനേഷൻ എന്ന് പറയുന്നത്. അത് 2 രീതിയിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പാരലൽ വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലീഫില് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വെയിനുകൾ ഇങ്ങനെ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗ്രാസ്, പുല്ലിൽ എങ്ങനെയാ? വെയിൻസ് ഇങ്ങനെ നേരെ നേരെ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് പാരലൽ ലൈൻ ആയിട്ട് കാണും. അതാണ് പാരലൽ വിനേഷൻ. റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മാവിന്റെ ഒക്കെ ഇല കണ്ടു നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആലിന്റെ ഒക്കെ, ബനിയൻ ട്രീയുടെ ഒക്കെ ഇല നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എങ്ങനെയാണ് വീനേഷൻ പോയിട്ടുണ്ടാവുക? കുറെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, പിന്നെ അതിന് കുറെ സബ് ബ്രാഞ്ചസ് ഉണ്ടാവും, പിന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. മാവ് കൂടെ നെറ്റ്വർക്ക് പോലെ. അതാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. റെറ്റിക്കുലേറ്റ് എന്നുള്ള വേർഡിന്റെ അർത്ഥം തന്നെ നെറ്റ്വർക്ക് എന്നാണ് കേട്ടോ, നെറ്റ്വർക്ക്. അപ്പൊ വീനേഷൻ കഴിഞ്ഞു. അപ്പൊ കണ്ടാൽ തിരിച്ചറിയാൻ പഠിക്കുക, ടേം എന്താന്ന് പഠിക്കുക, അത്രയേ ഉള്ളൂ അവിടെ. അല്ലാതെ നിങ്ങൾ ഈ ചാപ്റ്റർ മൊത്തം ഇരുന്ന് കുറെ തവണ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്ന കാര്യം പഠിച്ച് അവസാനിപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ വേഗം പഠിച്ചു തീരും. അപ്പൊ നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യാം? നമ്മുടെ ഫോട്ടോസിന്തസിസ്, റെസ്പിരേഷൻ, ആ പാഠങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇതില് ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പഠിച്ചു വിടുക, അവസാനിപ്പിക്കുക, അത്രേ ഉള്ളൂ. ടൈപ്പ് ഓഫ് ലീഫ്, സിമ്പിൾ ലീഫ് ഉണ്ട്, കോമ്പൗണ്ട് ലീഫ് ഉണ്ട്. ഫില്ലോടാക്സി, എത്ര ടൈപ്പ് ഫില്ലോടാക്സി ഉണ്ട്? 3 ടൈപ്പ് ഫില്ലോടാക്സിയാണ്. ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെന്റ് ഓഫ് ലീഫ്, ഇലകളുടെ അറേഞ്ച്മെന്റിനെയാണ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. 3 ടൈപ്പാ. ഏതൊക്കെയാ ഉള്ളത്? ഫില്ലോടാക്സി ഒരു പ്ലാന്റില് ഒരേ ലെവലില് ഓപ്പോസിറ്റ് ആയിട്ടാണ് ലീഫുകൾ കാണുന്നതെങ്കിൽ അത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഇനി അതല്ല, ഒരു ലീഫ് ഇവിടെയാണ്, ഒരെണ്ണം ഇവിടെയാണ്, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഇതെന്താ? ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഇനി വേറൊരു ടൈപ്പ്, ഒരൊറ്റ നോഡിൽ നിന്ന് തന്നെയാണ് എല്ലാ ലീഫുകളും എറൈസ് ചെയ്യുന്നതെങ്കിൽ അതെന്താ? വേൾഡ് എന്ന് പറയുമ്പോൾ ഈ വേൾഡ് ആണ് കേട്ടോ. ഇതാണ് 3 ടൈപ്പ് ഫില്ലോടാക്സി. ഇത് കണ്ടാൽ തിരിച്ചറിയാൻ പഠിക്കുക, എന്താണെന്ന് പഠിക്കുക. കഴിഞ്ഞു, അത് വിട്ടോ. ഇനി അടുത്തത് ഇൻഫ്ലോറസെൻസ്. എന്താ ഇൻഫ്ലോറസെൻസ്? പൂങ്കുല മലയാളത്തിൽ പറയാം അല്ലെ. കുറെ ഫ്ലവേഴ്സിന്റെ ഒരു കൂട്ടം അറേഞ്ച്മെന്റിനെയാണ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയാം. എത്ര ടൈപ്പ് ഇൻഫ്ലോറസെൻസ് പഠിച്ചു നമ്മള്? റെസിമോസും സൈമോസും, 2 ഉള്ളൂ ആകെ. അപ്പൊ ചോദിക്കുമ്പോഴും ഇത് 2 തന്നെ ചോദിക്കുള്ളൂ. ഇതിന്റെ ഡയഗ്രംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെസിമോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയണം, സൈമോസ് കണ്ടാലും അറിയണം. അറിയോ? ഇതാണ് റെസിമോസ്. എന്താ റെസിമോസിന്റെ പ്രത്യേകത? ഇതിനൊരു അറ്റം ഉണ്ടാ?
റെസിമോസ് ഇൻഫ്ലോറസൻസിന് ഒരു അവസാനം പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കാൻ, അറ്റത്ത് ഫ്ലവർ വരുന്നു, പിന്നെയും അത് വളരുന്നു, പിന്നെയും അറ്റത്ത് ഫ്ലവർ വരുന്നു, അങ്ങനെ 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 പോവാ. അതേസമയം സൈമോസ, ഇതാണ് സൈമോസ്. സൈമോസിന് ഒരു അറ്റമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്തൊരു ഫ്ലവർ വന്നാൽ അതോടുകൂടി അതിന്റെ വളർച്ച നിന്നു, പിന്നെ അത് ഫർദർ മുകളിലേക്ക് വളരില്ല. പിന്നെ അതെങ്ങനെയാ വളരാ? ലാറ്ററൽ സൈഡിലേക്കാണ് വളരുക. സൈഡിലേക്കാണ് പിന്നെ അത് ഗ്രോ ചെയ്യുക. നിങ്ങൾ ഈ ഫോട്ടോ നോക്കിയ മക്കളെ, എന്നിട്ട് പറഞ്ഞേ, കണ്ട മുകളിലേക്ക് വളർന്നു, അവിടെ ഒരു ഫ്ലവർ വന്നു, കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്തു. പിന്നെ സൈഡിലേക്ക് വളർന്നു, അവിടെ ഒരു ഫ്ലവർ വന്നു, സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അതിന്റെ സൈഡിലേക്ക് വന്നു, ഫ്ലവർ വന്നു, സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയുള്ള വളർച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രോത്ത്, പൂങ്കുലകൾ, ഇൻഫ്ലോറസൻസിനെയാണ് സൈമോസ് എന്ന് പറയുന്നത്. ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പഠിക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഫോട്ടോസ് തന്നെ തരുള്ളൂ കേട്ടോ, ഡയഗ്രാംസേ തരുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് വെക്കാം. പിന്നെ ഫ്ലവറിന്റെ എല്ലാ ടേംസും, കാലിക്സ് എന്താ, കൊറോള എന്താ, സെപ്പൽ എന്താ, പെറ്റൽ എന്താ. സെപ്പൽ എവിടെയാ വരുന്നത്? കാലിക്സിലാണോ കൊറോളയിലാണോ സെപ്പൽ വരുന്നത്? കാലിക്സിലാണ് സെപ്പൽ കേട്ടോ, കൊറോളയിലാണ് പെറ്റൽ. ഇതള് പെറ്റൽ വരുന്നത് കൊറോളയിലാണ്. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ? ആൻഡ്രീഷ്യം ഫീമെയിൽ ആണോ? ആൻഡ്രീഷ്യം മെയിൽ ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെയാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യത്തിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാ? ആന്തർ, ഫിലമെന്റ്, സ്റ്റേമൻ. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ അതിൽ പിസ്റ്റിൽ, ഇതൊക്കെ മുന്നേ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളാ പിസ്റ്റലിൽ വരുന്ന? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഓവറിയുടെ അകത്ത് ഒവ്യൂള്. ഇതൊക്കെയാണ് ഫ്ലവർ ടേംസ് എന്ന് പറയണത്. ഇനി അടുത്തത് എസ്റ്റിവേഷൻ. എന്താ എസ്റ്റിവേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് വാട്ട്? എന്തിന്റെ അറേഞ്ച്മെന്റിനെയാ എസ്റ്റിവേഷൻ എന്ന് പറയണേ? അത് ആരാ? ഡെൽവിന്. ഡെൽവിന്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ ആരാണ്? അപ്പൊ എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽ. സെപ്പൽസിന്റെയും പെറ്റൽസിന്റെയും അറേഞ്ച്മെന്റിനെയാണ് എസ്റ്റിവേഷൻ. എത്ര ടൈപ്പ് എസ്റ്റിവേഷൻ പഠിച്ചു? വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. ഓർമ്മയുണ്ടോ ടേംസ്? കണ്ടോ, ഇതാ ഈ ഡയഗ്രാംസ് നിങ്ങൾ നോക്കി വെച്ചോ. ഡയഗ്രാം തന്നിട്ട് ക്വസ്റ്റ്യൻ ഇത് തന്നെയാ. വാട്ട് ഈസ് എസ്റ്റിവേഷൻ? റൈറ്റ് ദ നെയിം ഓഫ് എസ്റ്റിവേഷൻ മാർക്ക്ഡ് ആസ് എ, ബി, സി ആൻഡ് ഡി ഇൻ ദ ഗിവൺ ഡയഗ്രാം. ഡയഗ്രാം വരയ്ക്കാനൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഐഡന്റിഫിക്കേഷൻ കുറെ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈവൻ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചില്ലേ എസ്റ്റിവേഷൻ ഡയഗ്രാംസ്? അപ്പൊ അതാ പറഞ്ഞു, ഡയഗ്രാംസ് ചോദിക്കും. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞാൽ വാൽവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തു, ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്നിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പരസ്പരം പുറത്തേക്ക് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു, രണ്ടെണ്ണം അകത്തേക്ക് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. വെക്സിലറി എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് പെറ്റൽസ് ആണ് അവിടെ കാണുന്നത്. മുകളിൽ സ്റ്റാൻഡേർഡ് പെറ്റല്, വിങ് പെറ്റല്, ഹീൽ പെറ്റൽ, അങ്ങനെ 3 ടൈപ്പ് പെറ്റൽസ് കാണുന്നതാണ് വെക്സിലറി കേട്ടോ. എങ്ങാനും ഫീച്ചേഴ്സും കൂടെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ കിട്ടണം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി പ്ലാസന്റേഷൻ. എന്താണ് പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാല്? ഓവറിയുടെ അകത്തുള്ള ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ്. ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് ഇൻസൈഡ് ദി ഓവറി, അതാണ് പ്ലാസന്റേഷൻ. എത്രണ്ണം ഉണ്ട്? 5-6 ഉണ്ട്. ആക്സിയല്, പരീറ്റല്, മാർജിനല്, സെൻട്രല്, ബേസൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻസ് പഠിക്കാനുണ്ട്. അതിന്റെയും ഡയഗ്രാംസ് ചോദിക്കൂ കേട്ടോ. കണ്ടോ, ഒബ്സർവ് ദി ഫോളോയിങ് ഡയഗ്രാം എ ആൻഡ് ബി ആൻഡ് ഐഡന്റിഫൈ ദി പ്ലാസന്റേഷൻ. ഏതാണ് എയും ബിയും കണ്ടിട്ട് മനസ്സിലാവുണ്ടോ? എയും ബിയും ഏതാ മക്കളെ? ആക്സിയലും പരീറ്റലും. കണ്ടാൽ തിരിച്ചറിയണം. ഫീച്ചേഴ്സ് അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല, മെയിൻ ആയിട്ട് ഐഡന്റിഫിക്കേഷൻ ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ പ്ലാസന്റേഷനിൽ. ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഒരു സെന്റൻസ് എങ്കിലും എഴുതാനായിട്ട് പഠിക്കാം. ഫ്ലവർ പാർട്സ് നമ്മൾ പറഞ്ഞു, റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ആൻഡ്രീഷ്യം, ഗൈനീഷ്യത്തിന്റെ കാര്യം. ദെൻ ഫ്രൂട്ട്. നമുക്ക് എത്ര ഫ്രൂട്ട് ഉണ്ട്? ആകെ കൂടെ 2 ഫ്രൂട്ടുകൾ, ഒരു മാംഗോയും ഒരു കോക്കനട്ടും. ആ ഫ്രൂട്ട്സിൽ നിങ്ങൾ വളരെ ഡയഗ്രാംസിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതിന്റെ ലെയേഴ്സ്, അതിന്റെ വോൾ ലെയേഴ്സ് ആണ് പഠിക്കേണ്ടത്. ടോട്ടൽ ഫ്രൂട്ടിന്റെ വോൾ ലെയേഴ്സിനെയാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. പെരികാർപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പുറത്ത് എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. കണ്ടോ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതൊക്കെ?
അതിൽ കോക്കനട്ടിന്റെ കേസിൽ എൻഡോകാർപ്പിന്റെ പ്രത്യേകത എന്താ? സ്റ്റോണി ആണ്, ചിരട്ട. ഫ്രൂട്ട് പാർട്ട്. പിന്നെ സീഡിന്റെ സ്ട്രക്ചർ, ഡൈക്കോട്ട് സീഡ് ഉണ്ട്, മോണോകോട്ട് സീഡ് ഉണ്ട്, നോക്കി വെക്കുക കേട്ടോ സ്ട്രക്ചർ. പിന്നെ നമ്മുടെ സോളനേസിയ ഫാമിലി. സോളനേസിയ ഫാമിലിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതിന്റെ ഫ്ലോറൽ ഫോർമുല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം. ഫ്ലോറൽ ഫോർമുല എഴുതാൻ അറിയണം. വെറുതെ എഴുതിയാൽ മാത്രം പോരാ, അതിനകത്തുള്ള ഓരോ ടേംസും എന്താണ് കാണിക്കുന്നത്. ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താ, ജി എന്താ, ജിയുടെ താഴെ വരയിട്ടാൽ എന്താ, മുകളിൽ വരയിട്ടാൽ എന്താ, അങ്ങനെ ഓരോന്നിനും എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. പ്ലസ് ഇട്ടിട്ട് വരച്ചാൽ എന്താ, സൈഗോമോർഫിക്കിനെയാണ് ഇത് കാണിക്കണേ, സോറി ആക്ടിനോമോർഫിക്കിനെയാണ് ഇത് കാണിക്കണേ. എന്നുവെച്ചാൽ ഈക്വൽ ഹാഫിനെ കിട്ടും, അതാണ് ഈ സൈനിന്റെ അർത്ഥം. മനസ്സിലായോ? ബൈസെക്ഷലിനെ എങ്ങനെ കാണിക്കുക, ഈ സൈൻ ഇട്ടാലാണ് അർത്ഥം അത് ബൈസെക്ഷൽ ആണ്. അപ്പൊ സൈനുകൾ പഠിക്കാം, ഓരോന്നും എന്തിനാണ് ആ ടേം സൈനുകൾ പഠിച്ചേക്കാം. പിന്നെ സോളനേസിയ ഫാമിലി അവരുടെ ക്യാരക്ടേഴ്സ്, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരുന്നു എളുപ്പ. ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫ്യൂമിഗേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏത് ഫാമിലിയുടെ കാര്യത്തിന് വേണമെങ്കിലും എഴുതാം, കോമണാ. അത് ആരോട് പഠിച്ചു വെച്ചാൽ മതി. സോളനേസിയ ഫാമിലി കേട്ടോ. സോ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ പഠിക്കാൻ അപ്പുറത്തേക്ക് ഒന്നും ഇതൊന്നും ചോദിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങൾ ജസ്റ്റ് വേഗത്തിൽ ഒന്ന് നോക്കി പോകാം കേട്ടോ. കുറെ ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് നോക്കി പോകാം. ഇത് അടയാളപ്പെടുത്താനായിട്ട് നിൽക്കുക കേട്ടോ. അത് എഴുതാനുള്ള സമയമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി പോവാം. നോക്കൂ, എ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം. എന്താ പറയാ അതിന്? ഇതൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങളാണ്. ബൈസെക്ഷൽ ഫ്ലവർ, രണ്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും പ്രസന്റ് ആണ്. ആണും പെണ്ണും ഒരൊറ്റ ഫ്ലവറിൽ കാണുകയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ബൈസെക്ഷൽ ഫ്ലവർ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ +1 പബ്ലിക് എക്സാമിൽ ചോദ്യം വന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കൂ, ഔട്ടർ ലെയർ ഓഫ് എ സീഡ് കോട്ട്. സീഡ് കോട്ടിന്റെ ഔട്ടർ ലെയറിനെ എന്താ വിളിക്കുക? ടെസ്റ്റ. യെസ്, വെരി ഗുഡ്. ടെസ്റ്റയും ടെഗുമനും ഉണ്ട്. ഔട്ടറിനെ ടെസ്റ്റ, ഇന്നറിനെ ടെഗുമൻ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ടെസ്റ്റ എന്നാണ് വിളിക്കുക. ഇവിടെ കാണുന്ന അലിറോൺ ലെയർ ക്വസ്റ്റ്യൻ വരാറുണ്ട്, കോളിയോപ്റ്റൈലും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഡൈക്കോട്ടും മോണോക്കോട്ടൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ കാണും. അലിറോൺ ലെയർ എന്ന് പറയുന്നത് എവിടെ കാണുന്നത്? ആ മോണോക്കോട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രോട്ടീനീഷ്യസ് ലെയർ ആണ് അലിറോൺ ലെയർ. എൻഡോസ്പേമിനും എംബ്രിയോയിനും തമ്മിൽ തരംതിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനീഷ്യസ് ലെയർ ആണ് അലിറോൺ ലെയർ കേട്ടോ. ഞാൻ ഓരോന്ന് കാണുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇനി നോക്കൂ മക്കളെ, ബൈ എക്സാമിനിങ് ദ 4 മാച്ച് പെയർസ് ഗിവൺ ബിലോ ഫൈൻഡ് ദി കറക്റ്റ് മാച്ച്ഡ് പെയർ ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ. നിങ്ങളുടെ അടുത്ത് കറക്റ്റ് ആയത് മാത്രം തിരഞ്ഞെടുക്കാനാ പറയണേ, വേറെ ഒന്നും ചെയ്യണ്ട, തിരുത്തേ ഒന്നും വേണ്ട. കറക്റ്റ് ആയത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. റെസിമോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പെഡങ്കിൾ എന്ന് പറയുന്നത് മെയിൻ സ്റ്റെം ആണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നതാണ് റെസിമോസ്, ആണോ? യെസ്. ഇനി എപ്പിഗൈനസ് ഫ്ലവർ. എപ്പിഗൈനസ് ഫ്ലവറിനെ നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷനും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫ്ലവറിന്റെ ഓവറി എവിടെയാണ് ഇരിക്കുന്നത് എന്നതിന്റെ ബേസിൽ ഫ്ലവറിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എപ്പിഗൈനസ്, പെരിഗൈനസ്, ഹൈപ്പോഗൈനസ്. അതിന്റെ ഡയഗ്രാംസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഡയഗ്രാംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ 3 ഡയഗ്രാം കണ്ടോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത്? ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് സെയിം സാധനം, അത് നോക്കിയാൽ മതി. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാ: ഒബ്സർവ് ദി ഫിഗേഴ്സ് എ, ബി ആൻഡ് സി. ഐഡന്റിഫൈ ദി പൊസിഷൻ ഓഫ് ഓവറി. ഓവറിയുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സിനെ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ് ഓവറിയുടെ പൊസിഷൻ? പെരിഗൈനസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻഫീരിയർ, അതായത് മുകളിലും അല്ല താഴെയുള്ള എന്ന അവസ്ഥ. എപ്പിഗൈനസ് എന്ന് പറഞ്ഞാൽ താഴെയാണ് ഓവറി ഇരിക്കുന്നത്, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓവറിയുടെ മുകളിൽ, അതായത് ഈ സെപ്പല്, പെറ്റല്, അതൊക്കെ ഓവറിയുടെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് എപ്പിഗൈനസ്. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ ഓവറിയാണ് മുകളിൽ, ബാക്കിയുള്ള സെപ്പലും പെറ്റലൊക്കെ അതിന്റെ താഴെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് ഹൈപ്പോഗൈനസ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു. ചോദ്യം വേറെ ആയിരുന്നു, നമ്മുടെ വേറെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. ഇതാണ് നോക്കിയത്. ദെൻ ഫിലോടാക്സി, അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റെം. തെറ്റൊന്നുമില്ല. കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ റാഡിക്കിളിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കാണുന്നതാണ് കോളിയോപ്റ്റൈല്. അപ്പൊ 1ഉം 3ഉം ഇതിനകത്ത് കറക്റ്റ് ആണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഫിലോടാക്സി ശരിയാണല്ലോ. ഇനി നോക്കൂ, ചൂസ് ദി കറക്റ്റ് ആൻസർ. മോണോകോട്ട് സീഡ് കൺസിസ്റ്റ് ഓഫ് 1 ലാർജ് ആൻഡ് ഷീൽഡ് ഷേപ്ഡ് കോട്ടിലിഡൻ നോൺ ആസ് ഡാഷ്. മോണോകോട്ട് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിനകത്ത് ഒരൊറ്റ കോട്ടിലിഡനേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. അതിനെന്താ പേര് പറയാ?
ഇതേ സെയിം സാധനം നിങ്ങൾ +2 പഠിക്കുന്നുണ്ട് തന്നെ. അവിടെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ മൊർഫോളജി ഒക്കെ വരുന്ന ഭാഗമാണ്, അനാട്ടമി ഒക്കെ വരുന്ന ഭാഗം. സ്ക്യൂട്ടെല്ലാം മറന്നു പോകരുത് കേട്ടോ. മോണോകോട്ടിന്റെ ഒറ്റ കോട്ടിന് തന്നെ മോണോകോട്ടിനുള്ളൂ. അതിനെ വിളിക്കുന്ന പേര് സ്ക്യൂട്ടെല്ലം എന്നാണ്. സ്ക്യൂട്ടെല്ലം. ആ ഡയഗ്രാം കണ്ടോ നിങ്ങൾ? മോണോകോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും ഡയഗ്രാം കണ്ടോ? ആ ഡയഗ്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്ക്യൂട്ടെല്ലവും അലിറോൺ ലെയറും കോഡിയോപ്റ്റൈലും കോഡിയോറൈസും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി റൂട്ടിനെ, അത് നമ്മുടെ തുടക്കത്തിലുള്ള ഭാഗമാണ്. ചാപ്റ്ററിന്റെ തുടക്കത്തില് റൂട്ടിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറിനെ, തിമ്പിൾ എന്നു വെച്ച റബ്ബർ പോലെ ഇരിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരെന്താ? എന്താ അതിനെ പറയാ? തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ. അതിന്റെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. റൂട്ട് ക്യാപ്പ് എന്നാണ് പറയാ. റൂട്ട് ക്യാപ്പ്. റൂട്ടിന് എന്തിനാ റൂട്ട് ക്യാപ്പ് കൊടുത്തിരിക്കണേ? സാധാരണ എല്ലാ പ്ലാന്റ്സിനും റൂട്ടിന് റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഒരു റബ്ബർ പോലത്തെ ഭാഗമാണ്. എന്തിനാണ് റൂട്ട് ക്യാപ്പ്? ഫോർ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് റൂട്ട് ക്യാപ്പ് ഉള്ളത്. കാരണം നമ്മുടെ റൂട്ടിന്റെ പ്രത്യേകത ഒരുപാട് മണ്ണിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ഭാഗമാണ് റൂട്ട്. അപ്പൊ അങ്ങ് മണ്ണിന്റെ അടിയിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഭയങ്കര സെൻസിറ്റീവും കൂടെയാണ്. അപ്പൊ ഡാമേജ് വരാതിരിക്കാനാണ് റൂട്ട് ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ആണ് റൂട്ട് ക്യാപ്പ്. ഇനി നിങ്ങൾ റൂട്ടിന്റെ ഭാഗം പറഞ്ഞപ്പോ കണ്ടോ, ഇങ്ങനെ ഒരു ഡയഗ്രാം കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്? തുടക്കത്തിൽ കാണാം ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്, റൂട്ടിന്റെ ഭാഗത്ത് വരുന്ന. അതൊന്നും ഇമ്പോർട്ടന്റ് എന്ന് എഴുതിയിട്ട മക്കളെ കുറെ തവണ ചോദിച്ചിട്ടുണ്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഐഡന്റിഫിക്കേഷൻ, റൂട്ട് കേട്ടോ. ലേബലിംഗ് കുറെ തവണ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം കണ്ടോ നിങ്ങൾ? റൂട്ടിന്റെ അറ്റത്തെ ഭാഗം കണ്ടോ? ഈ റബ്ബർ പോലെ. ഇതിനെയാണ് നമ്മൾ റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ. ഇത് റൂട്ട് ഹെയേഴ്സ് ആണ്. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, മെച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ബാക്കിയുള്ളത്. കണ്ടാൽ അടയാളപ്പെടുത്താനായിട്ട് അറിയണം കേട്ടോ. ഇലോങ്ങേഷൻ, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇനി മാച്ച് ദ ഫോളോയിങ് ആ. മാച്ച് ദ ഫോളോയിങ്ങിൽ തന്നിരിക്കുന്നത് പ്ലാന്റ് സ്പീഷീസിനാണ്. അത് പ്ലാന്റ്സിന്റെ പേരുകളാണ് തന്നിരിക്കുന്നത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങൾ എസ്റ്റിവേഷൻ പഠിക്കും, എത്ര ടൈപ്പ് ഓഫ് എസ്റ്റിവേഷൻ ഉണ്ടെന്നും പഠിക്കും. പക്ഷെ ഓരോന്നിന്റെ എക്സാമ്പിൾ പഠിക്കാൻ നിങ്ങൾ വിട്ടു. പക്ഷെ ആ എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വെക്സിലറി എസ്റ്റിവേഷൻ കാണിക്കുന്ന പ്ലാന്റ് ഏതാ? വാൽവേറ്റ് എസ്റ്റിവേഷൻ കാണിക്കുന്ന പ്ലാന്റ് ഏതാ? ഓരോന്നിനും 2 എക്സാമ്പിൾ വീതം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിക്കാൻ ട്രൈ ചെയ്യുക. അത്രയ്ക്ക് പറയാനുള്ളൂ കേട്ടോ. ഇത് കൺഫ്യൂസിങ് ആണ്, ചിലപ്പോൾ മാറിപ്പോവും. വാൽവേറ്റ് എസ്റ്റിവേഷൻ കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കലോട്രോപ്പിസ്, എരിക്ക്. ട്വിസ്റ്റഡ് കാണിക്കുന്നത് ചൈന റോസ്. ഇംബ്രിക്കേറ്റ് കാണിക്കുന്നത് കാസിയ. കാസിയ എന്ന് പറഞ്ഞ ഏതാ പ്ലാന്റ്? കാസിയ കണിക്കൊന്നേനെ പറയുന്ന പേരാണ് കേട്ടോ. കാസിയ ഫിസ്റ്റുല. വെക്സിലറി പി നമ്മുടെ പയറ് ചെടി. ഓക്കെ, അപ്പൊ അത് അവിടെ എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾസ്. ഈ ചോദ്യം കണ്ടു. ഇത് ഏത് ഫാമിലിയുടെ ആണ്? എളുപ്പമാണ്, കാരണം ആർക്കൂടെ ഒരൊറ്റ ഫാമിലിയെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ പിന്നെ ഇതിൽ ഏത് ഫാമിലി ആണെന്ന് പിന്നെ വേറെ സംശയിക്കേണ്ട കാര്യമില്ല. ഏത് ഫാമിലി അത്? സൊളനേസിയ ഫാമിലി അല്ലെ? പണ്ട് നിങ്ങൾക്ക് സിലബസ് മാറുന്നതിന് മുന്നേ, സിലബസ് മാറിയിട്ടില്ല, സിലബസ് റിവൈസ്ഡ് ആവുന്നതിന് മുന്നേ 3 ഫാമിലി പഠിക്കാണ്ടായിരുന്നു. റിവൈസ് ചെയ്തപ്പം 2 വെട്ടിക്കളഞ്ഞു, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ സൊളനേസിയ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ അത് പഠിക്കാതെ പോവരുത്. സൊളനേസിയിൽ നിന്ന് എന്തായാലും ചോദ്യം വരും കേട്ടോ. ഇവിടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവരുടെ എന്താ പറയാ, ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലെ, കാലിക്സ്, കൊറോള, അതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന്റെ പ്രത്യേകതകളാണ് ചോദിക്കുന്നത്. അപ്പൊ കോമൺ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു 4 പോയിന്റ് പഠിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇൻഫ്ലോറസൻസ് ഭയങ്കര അതിനെപ്പറ്റി ഒരുപാട് വിശദീകരിക്കുന്നു വേണ്ട. സോളിറ്ററി ആണെന്ന് എഴുതി കഴിഞ്ഞു. ഫ്ലവർ ബൈസെക്ഷൻ ആണ്, ശരി. ആക്ടിനോമോർഫിക് ആണ്, ഇതൊക്കെ കോമൺ ഫീച്ചേഴ്സ് ആണ്. അങ്ങനെയുള്ള ഒരു 4-5 പോയിന്റ് പഠിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ. അതുപോലെ ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും ചോദിക്കും. ഇവിടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ചോദിച്ചു എന്ന് വിചാരിച്ച് അത് മാത്രമേ ചോദിക്കുമെന്ന് കരുതരുത്. ചിലപ്പോൾ അതിന് പകരം എക്കണോമിക് ഇമ്പോർട്ടൻസ് ആവും ചോദിക്കുക, അല്ലെ സെൽവകുമാറെ? അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻ ആവശ്യമാണ്, സ്പൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫ്യൂമിഗേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഓർണമെന്റൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, ഭംഗിക്ക് ഉപയോഗിക്കുന്നുണ്ട്, എസ്തറ്റിക് അല്ലെ, അതൊക്കെ എഴുതി വെക്കാം. അതൊക്കെ കോമൺ ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഇവിടെ നോക്കേണ്ടത് ഫ്ലോറൽ ഫോർമുല. കണ്ടാൽ അറിയണം കേട്ടോ നിങ്ങൾക്ക്. ഇനി ഓൾട്ടർനേറ്റും ഓപ്പോസിറ്റ് ഫിലോടാക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഫുൾ മാർക്ക് മേടിക്കണം. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലീഫുകൾ ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത്, ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലീഫ് ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ്. വേണമെങ്കിൽ വരച്ചും കൂടെ വെച്ചോ, പിന്നെ ഫുൾ മാർക്ക് അവിടെ കിട്ടി. അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ടല്ലോ.
സമയം നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. സമയമില്ലാത്തടത്ത് നിങ്ങൾ ഓൾറെഡി ആൻസർ എഴുതിയ ക്വസ്റ്റിന്റെ പുറത്ത് പിന്നെ താജ്മഹൽ പണിയിരിക്കരുത്. എഴുതി അവസാനിപ്പിച്ച് അടുത്തയിലേക്ക് പോവാം. ഇത് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഓവറിയുടെ പൊസിഷന്റെ പൊസിഷൻ അനുസരിച്ച് ഫ്ലവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണിത്. ഇനി സിമെട്രി അടുത്തത്. അതായത് നമ്മളൊരു ഫ്ലവറിനെ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ് കിട്ടുമോ? അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് എന്താ വിളിക്കുക മക്കളെ? ആക്ടിനോമോർഫിക്. നിങ്ങൾ ഏത് ഫ്ലവർ എടുത്ത് നോക്കി ബ്ലേഡ് വെച്ച് അതിന്റെ സെന്ററിൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് കറക്റ്റ് പകുതികളാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ അതിനെയാണ് സൈഗോമോർഫിക് എന്ന് പറയുന്നത്. ആക്ടിനോ പക്ഷെ അങ്ങനെയല്ല, എങ്ങനെ കട്ട് ചെയ്താലും നിങ്ങൾക്ക് രണ്ട് ഈക്വൽ ഹാഫേ കിട്ടുള്ളൂ. സൈഗോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഒരു പ്രത്യേക പ്ലെയിൻ പറയുന്നുണ്ട്, ആ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഈക്വൽ ഹാഫ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് സൈഗോമോർഫിക്. ഇനി വേറൊരെണ്ണം കൂടി ഉണ്ട്, അസിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടില്ല, അതിനെയാണ് അസിമെട്രിക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടൽ 3 എണ്ണമാണ് പ്ലാന്റ്സിന്റെ ആ ഒരു അതിന്റെ ബേസിസിൽ, സിമെട്രിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കണേ കേട്ടോ. ഈ ടേമുകൾ പഠിക്കാന്നുള്ളതേ ഉള്ളൂ, നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇത് ഏതാണ്? ഇൻഫ്ലോറസെൻസ് ആണ്. ഇൻഫ്ലോറസെൻസ് ഏതൊക്കെ ഇൻഫ്ലോറസെൻസാണ് നമ്മൾ പഠിക്കുന്നത്? 2 ടൈപ്പ് ഇൻഫ്ലോറസെൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാ? റെസിമോസ്, പിന്നെ ഏതാണ്? റെസിമോസും സൈമോസും. മറന്നു പോകരുത് കേട്ടോ, റെസിമോസും സൈമോസും. ഇപ്പൊ ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവേഴ്സിന്റെ കൂട്ടം അല്ലേ? ഫ്ലവേഴ്സിന്റെ ഒരു കൂട്ടത്തെയാണ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. റെസിമോസ് ആൻഡ് സൈമോസ്. ഒരു ഒന്നോ രണ്ടോ സെന്റൻസിൽ അത് എഴുതാനും കൂടെ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. സൈമോസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ആക്സിസ് കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടേ ഇരിക്കുന്നില്ല. ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഗ്രോത്ത് കഴിഞ്ഞു, പിന്നെ ലാറ്ററൽ സൈഡിലേക്കാണ് വളർച്ച ഉണ്ടാവുക. റെസിമോസ് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് അറ്റം സ്റ്റെം ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി ഏതാണ് വീനേഷൻ? എയും ബിയും. എനിക്ക് ചോദ്യമൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനാ, നിങ്ങൾക്ക് ഈസി ആയിട്ട് 3 മാർക്ക് അവിടെ കിട്ടും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 3 മാർക്ക് അവിടെ കിട്ടി. ഏതാണിത്? വീനേഷൻ. എന്താണ് വീനേഷൻ ആദ്യം പറയണം കേട്ടോ, അതിന് വേറെ സെപ്പറേറ്റ് മാർക്ക് ഉണ്ട്. വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് വെയിൻ ആൻഡ് വെയിൻലെറ്റ്സ്. വെയിൻലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ വെയിനുകളെയാണ് വെയിൻലെറ്റ്സ് എന്ന് പറയുന്നത്. ആ രണ്ടിന്റെയും അറേഞ്ച്മെന്റിനെയാണ് നമ്മള് വീനേഷൻ എന്ന് പറയുന്നത്. വീനേഷൻ എന്ന് പറയുന്നത്. ഇനി 2 ടൈപ്പ് വീനേഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? എ എന്ന് പറഞ്ഞാൽ ലീഫ് കണ്ടാലേ അറിയാം അത് റെറ്റിക്കുലേറ്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ അത് പാരലൽ ആണ്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ആ വെയിന്റെ അറേഞ്ച്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. റെറ്റിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ കുറെ വെയിനുകൾ നെറ്റ്വർക്ക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പാരലൽ എന്ന് പറയുമ്പോൾ പാരലൽ ലൈൻസ് ആയിട്ട്, പരസ്പരം ടച്ച് ചെയ്യാത്ത പാരലൽ ലൈൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ അതിന്റെ എക്സ്പ്ലനേഷൻ, കൂടുതലൊന്നും അവിടെ എഴുതാനില്ല. ഇനി എസ്റ്റുവേഷൻ കണ്ടു. 4 ടൈപ്പ് എസ്റ്റുവേഷനാണ് പഠിക്കുന്നത് കേട്ടോ. സെപ്പൽസ് ആൻഡ് പെറ്റൽസിന്റെ അറേഞ്ച്മെന്റ് ആണ് എസ്റ്റുവേഷൻ. 4 എണ്ണം പേര് പഠിക്കുക, വിത്ത് എക്സാമ്പിൾ പഠിക്കുക. LS of 2 flowers show 2 type of ovary. One is superior and other inferior. നേരത്തെ പറഞ്ഞതാണ്, ഹൈപ്പോഗൈനസിന്റെ എപ്പിഗൈനസിന്റെ ആണ് ഇവിടെ വരുന്നത്. എസ്റ്റുവേഷൻ നമ്മൾ കണ്ടു. ഫിലോടാക്സി, കോളിയോപ്റ്റൈല്. നമ്മൾ ഏതാണ് കണ്ടോ? ഫ്രൂട്ടിന്റെ ഫോട്ടോ. മാംഗോ. നമുക്ക് പഠിക്കാനുള്ളത് മാംഗോയും കോക്കനട്ടുമാണ്. ആ ഫ്രൂട്ടിന്റെ പേരെന്താ? ഡ്രൂപ്പ് കേട്ടോ. ഡ്രൂപ്പ് എന്നാണ് ആ ഫ്രൂട്ട്സുകളെ നമ്മൾ പറയുന്ന കോമൺ നെയിം, ഡ്രൂപ്പ് എന്നാണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാ? വാൾ ലെയേഴ്സ്. മൊത്തത്തിലുള്ള വാൾ ലെയറിനെ പെരികാർപ്പ് എന്ന് പറയും. അതല്ലെങ്കിൽ എപ്പികാർപ്പ്, എൻഡോകാർപ്പ്, മീസോകാർപ്പ് അല്ലെ. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. അതിനകത്ത് മാംഗോന്റെ കേസ് പറയാനാണെങ്കിൽ ആ മീസോകാർപ്പാണ് ഭയങ്കര ഫ്ലഷ്. അതായത് നമ്മൾ മാമ്പഴം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫ്ലഷ് ഉണ്ടല്ലോ, അത് മീസോകാർപ്പാണ് ആ ഭാഗം. പിന്നെ അതിന്റെ ഉള്ളിലെ സീഡ് അത് വരുന്നതാണ് എൻഡോകാർപ്പ് കേട്ടോ. ഇനി എന്താണ് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട്? എന്താ ഈ പാർത്തിനോകാർപ്പി? നിങ്ങൾ അഗെയിൻ +2ലും പഠിക്കുന്നുണ്ട്. എന്താണ് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട്? ഫ്രൂട്ട് ഫോം ചെയ്യുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. മറന്നു പോകരുത് കേട്ടോ, ആ ടേം പഠിക്കണം. എന്താണ്? ഫ്രൂട്ട് ഫോം ചെയ്യുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാവുന്നതിനെയാണ് പാർത്തിനോകാർപ്പി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെ എക്സാമ്പിൾ എഴുതും?
സെൽവകുമാറെ, പാർത്തിന കാർപ്പിയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ ഏതൊക്കെ എഴുതാൻ പറ്റും നമുക്ക്? സീഡ്ലെസ് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും എഴുതാം. സീഡ്ലെസ് ബനാന, സീഡ്ലെസ് വാട്ടർമെലൻ, സീഡ്ലെസ് കുക്കുംബർ. സീഡ്ലെസ് എന്ന് എഴുതാൻ മറക്കരുത്, കാരണം അവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ലല്ലോ, സീഡ് ഇല്ല. ടൊമാറ്റോ എന്ന് വെറുതെ എഴുതരുത്, സീഡ്ലെസ് ടൊമാറ്റോ എന്ന് എഴുതണം. പിന്നെ ഈ പാർത്തിന കാർപ്പി നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനും പറ്റും, ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സിന്റെ പേര് വേണമെങ്കിലും എഴുതാം. സീഡ്ലെസ് എന്ന് എഴുതാൻ മറക്കരുത്, അത്രേ ഉള്ളൂ. സീഡ് ഇല്ലാത്ത ഗ്രേപ്പ്, അതൊക്കെ പാർത്തിന കാർപ്പി ഫ്രൂട്ട് ആണ്. ഫിലോടാക്സിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രക്ചർ. ഇത് മോണോകോട്ടിന്റെ ആണ്. അപ്പൊ കോളിയോപ്റ്റൈല്, പ്ലിമ്യൂള്, റാഡിക്കിള്, അലിറോൺ ലെയർ, സ്ക്യൂട്ടെല്ലാം ഈ ഭാഗങ്ങളൊക്കെ മോണോകോട്ടിലും ഡൈക്കോട്ടിലും ആണ് വരണ. ഡയഗ്രാംസ് പഠിക്കുക കേട്ടോ, പഠിക്കാതെ പോകരുത്. പിന്നെ റൂട്ടിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ, റൂട്ടിന്റെ സ്ട്രക്ചർ നോക്കി വെക്കുക. പിന്നെ പ്ലാസന്റേഷൻ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. പ്ലാസന്റേഷൻ നമുക്ക് മാർജിനിലും മാക്സിലും നേരത്തെ കണ്ടു എന്ന് കരുതിയിട്ട് അത് മാത്രമാണ് ചോദിക്കാന്ന് വിചാരിക്കരുത്. ഏത് ടൈപ്പ് പ്ലാസന്റേഷൻ വേണമെങ്കിലും നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. പിന്നെ ഏതാണ് ചോദ്യം വരുന്നത്? ഈ കോളിയോപ്റ്റൈലും കോളിയോറൈസിയും അറിയാത്തവരുണ്ടോ? ചേർത്ത് ഏതും എഴുതാമോ? ഏതും എഴുതാം സെൽവകുമാർ. സീഡ്ലെസ് ചേർത്ത് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എഴുതാം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പാർത്തിന കാർപ്പി ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാൻ പറ്റും. നാച്ചുറൽ ആയിട്ട് പാർത്തിന കാർപ്പി കാണിക്കുന്ന ഫ്രൂട്ട് ഉണ്ട്, അതല്ലാതെ നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. നമുക്ക് ഏത് ഫ്രൂട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാലോ. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് സീഡ്ലെസ് എന്നുള്ള പേരിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അപ്പൊ ഇത് മോണോകോട്ടിൽ നിങ്ങൾ നോക്കുക. കോളിയോറൈസ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റൂട്ടിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന ഷീൽഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് കോളിയോറൈസ. കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെമ്മിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന ഒരു ഷീൽഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് കോളിയോപ്റ്റൈല്. ഓക്കെ, അപ്പൊ അത് തലതിരിയരുത് കേട്ടോ. കോളിയോപ്റ്റൈൽ സ്റ്റെമ്മിന്റെ അവിടെയും കോളിയോറൈസ റൂട്ടിന്റെ അവിടെയാണ് കാണുക. ഇനി റാഡിക്കിൾ ആണ് റൂട്ടായിട്ട് വളരുന്നത്, പ്ലൂമ്യൂൾ ആണ് സ്റ്റെം ആയിട്ട് വളരണേന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലെ? നമ്മൾ ലോവർ ക്ലാസ്സസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഫ്ലോറൽ ഡയഗ്രാം മറക്കണ്ട. ഫ്ലോറൽ കണ്ടോ, ഈ ക്വസ്റ്റിനകത്ത് എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ 4 പഠിച്ചാൽ മതി. ഫാമിലി ഐഡന്റിഫിക്കേഷൻ എളുപ്പമാണ്. ഇനി ഇത് നോക്കൂ, ഇതിനകത്ത് ഫ്ലോറൽ ഫോമുല കൊടുത്തിരിക്കണേ, മറ്റേതിനകത്ത് ഫ്ലോറൽ ഡയഗ്രാമാ കൊടുത്തത്. ഇവിടേക്ക് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇവിടെ ഫ്ലോറൽ ഫോമുലയാണ് കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദി ഫോമുല, ഐഡന്റിഫൈ ദി ഫാമിലി. ഏത് ഫാമിലി ആയിരിക്കും? സോളനേസിയ ഫാമിലി തന്നെ, വേറെ ഫാമിലി ഇല്ല നമുക്ക് പഠിക്കാൻ സിലബസിൽ, ഒരൊറ്റ ഫാമിലി ഉള്ളൂ. ഇനി ഇതിന്റെ പെക്യുലാരിറ്റീസ് ഓഫ് ജിംനോസ്പോം. നെയിം ദ പ്ലാന്റ് ബിലോങ്ങിങ്. ഏതെങ്കിലും ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ണടച്ച് എഴുതിക്കോ. പൊട്ടറ്റോ വരുന്നത്, ടൊമാറ്റോ വരുന്നതൊക്കെ ഈ പ്ലാന്റിലാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു പേര് എഴുതി വെച്ചോ. ഗൈനീഷ്യത്തിന്റെ പെക്യുലാരിറ്റി ചോദിക്കുമ്പോൾ സുപ്പീരിയർ ഓവറി ആണ്, സിൻകാർപ്പസ് ആണ്, ബൈകാർപ്പലറി ആണ്. 2 കാർപ്പൽസ് കാണുന്നുണ്ട്. അതൊക്കെയാണ് അതിന്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സിൽ പറയുന്നത്. കണ്ട, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞില്ലേ? കണ്ടോ, സ്പൈസ് ആയിട്ട്, മെഡിസിൻ ആയിട്ട്, ഓർണമെന്റൽ ആയിട്ട്, ഫുഡ് റിസോഴ്സ് ആയിട്ട് ടൊമാറ്റോ, പൊട്ടറ്റോ, ബ്രിഞ്ചാളൊക്കെ വരുന്നത് ഈ ഫാമിലിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും 2 കോമൺ എക്സാമ്പിൾസ് എഴുതി വെച്ചേക്കാം. ചില്ലി, അതൊക്കെ വരുന്നത് നമ്മുടെ സോളനേസിയ ഫാമിലിയിലാണ് കേട്ടോ. ഇതാണ് ഞാൻ ഫ്രൂട്ടിന്റെ ഡയഗ്രത്തിൽ പറഞ്ഞത്. ഇതാണ് നമ്മുടെ കോക്കനട്ട്. കോക്കനട്ടിനെ സംബന്ധിച്ചിടത്തോളം മീസോകാർപ്പ് എന്ന് പറയുന്നത് പുറത്തെ ആ ഒരു എന്താ പറയാ ചകിരി അല്ലെ, മീസോകാർപ്പ്. എപ്പികാർപ്പാണ് ചകിരി. മീസോകാർപ്പ് എന്ന് പറഞ്ഞത് തേങ്ങയുടെ പുറത്തുള്ളതാണ് എപ്പികാർപ്പ്. ചകിരി മീസോകാർപ്പ്. എൻഡോകാർപ്പ് എന്ന് പറയുന്നത് ചിരട്ട. മാംഗോയിലും കോക്കനട്ടിലും അതിൽ വ്യത്യാസമുണ്ട്, സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ടേമുകളൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. പാർത്തിന കാർപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇത് ഡൈക്കോട്ട്. ഇതേതാ സാധനം? ഇതെന്താ? കടലയാണ്, കടല കേട്ടോ. ബംഗാൾ ഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈക്കോട്ട് കണ്ടോ, 2 കോട്ട്, 2 കോട്ട് ജഡൻസ് ഉള്ളതിനെയാണ് ഡൈക്കോട്ട് എന്ന് വിളിക്കുന്നത്. സോ യെസ്, ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ ഡയഗ്രാംസും കണ്ടോ. ഇത് ഏതാ? ഫിലോടാക്സി കാണിക്കുന്നത്. ഇത് ഓപ്പോസിറ്റ്, ഇത് വേൾഡ്. ഓൾട്ടർനേറ്റും കൂടി ഉണ്ട്, അത് ഇതുവരെ കൊടുത്തിട്ടില്ല, 2 കൊടുത്തിട്ടുള്ളൂ. ഏത് വേണമെങ്കിലും ചോദിക്കാം, പ്രിപ്പയർ ആയിട്ട് പോവാം. പിന്നെ സിമെട്രി, 3 സിമെട്രി പഠിച്ചത്, അക്റ്റിനോ, സൈഗോ ആൻഡ് അസിമെട്രി.
എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചാപ്റ്റർ മൊത്തം വായില്ലേ എന്ന്. ഇല്ല, ചാപ്റ്ററിൽ ഇനിയും അനാവശ്യമായെന്നല്ല, ക്വസ്റ്റ്യൻസ് വരാത്ത കുറേ ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ചാപ്റ്റർ ഒന്ന് ഓടിച്ചു നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. കൂടുതലൊന്നും അതൊന്നും ചോദിക്കില്ല. ഈ 10 വർഷമായിട്ട് ചോദിച്ചിട്ടില്ല, ഇനിയും ചോദിക്കില്ല നമുക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം PYQs നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ ഏതായിരിക്കും നമ്മുടെ റിവിഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതാണ് നമ്മുടെ റിവിഷൻ ചാപ്റ്റേഴ്സ്? അതിപ്പോഴേ പറയാം. ടൈം ടേബിൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാലും പ്രിപ്പയർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ 3 ചാപ്റ്റർ വീതമാണ് എന്തായാലും നമ്മൾ റിവിഷൻ ഇപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്തത് നമ്മുടെ ഫോട്ടോസിന്തസിസ് ആണ് കേട്ടോ. ആ 3 ചാപ്റ്റേഴ്സ്, ലാസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ്, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു പോയ പോലെ വൺ വേർഡുകളായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തീരുന്ന പോലത്തെ ചോദ്യങ്ങളല്ല ഫോട്ടോസിന്തസിസിലാണെങ്കിലും റെസ്പിറേഷനിലാണെങ്കിലും. അപ്പൊ അത് പഠിച്ചിട്ട് വന്നാലാണ് റിവിഷൻ കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക്കോ കോൺസെപ്റ്റോ അറിയാതെ നിങ്ങൾ റിവിഷന് വന്നിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഇനി ഫർദർ ഡൗട്ട് വരുവാണെങ്കിൽ അത് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയോ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാം. അല്ലാതെ റിവിഷന്റെ അന്ന് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക. റിവിഷന് വേണ്ടി ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ വീക്കിൽ തന്നെ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. അത് ഫ്രൈഡേ ആണ് അത് വരുന്നത്. അപ്പൊ അന്ന് വരുന്നത് ബാക്കിയുള്ള 5ഉം 8ഉം 10ഉം അനാട്ടമിയും സെല്ലിന്റെ 2 ചാപ്റ്റേഴ്സും. ഓക്കെ, സോ യാ, ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഈ 3 ചാപ്റ്റേഴ്സില്? ഫർദർ ആയിട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇനി നിങ്ങൾ പഠിക്കാൻ ഇരുന്നിട്ടില്ലെങ്കിൽ പഠിക്കാൻ ഇരിക്കുമ്പോഴാവും ചിലപ്പോൾ ഇനി ഫർദർ ഡൗട്ടുകൾ വരാം. അങ്ങനെ ഫർദർ ഡൗട്ട്സ് വരികയാണെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാട്ടോ. ഓക്കെ, അല്ലാതെ ആ ഡൗട്ട് വെച്ചോണ്ടിരിക്കരുത്. നമുക്ക് ഇനി സമയമില്ല. ഇനി മാരത്തൺ ആണ്, നമ്മൾ ഇനി ചാപ്റ്റർ ഒക്കെ നോക്കുള്ളൂ, മാരത്തൺ ആണ് കാണുള്ളൂ. അപ്പൊ അതിന് മുന്നേ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഉണ്ടോ എന്തെങ്കിലും സംശയങ്ങൾ? എനിത്തിങ്? ഇല്ല. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Yes.